ഒരു ഓഫീസർ, ആ ഓഫീസറുടെ മകൻ അതിലും വലിയ വ്യാജരേഖ ഒപ്പിക്കുന്ന ആളായി മാറുന്നു. അഴിമതിക്കാരനായ രാഷ്ട്രീയക്കാരന്റെ മകൻ അഴിമതി വീരനാകുന്നു. ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു ആ പട്ടിക. അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, എന്താണ് നമുക്ക് കിട്ടിയ സാഹചര്യം? അതിനനുസരിച്ചല്ല, മറിച്ച് എന്റെ സാഹചര്യം കുടിച്ചാലും പിടിച്ചാലും കളിച്ചാലും എനിക്ക് അല്ലാഹുവും അവന്റെ റസൂലും പറഞ്ഞ ഒരു മാർഗമുണ്ട്. ഞാനതിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കുകയില്ല എന്നുറപ്പിക്കണം. അപ്പോൾ നബിതങ്ങളാ പറഞ്ഞതിന്റെ അർത്ഥമെന്താ? ആഖിർ സമാനിൽ ഒഴുക്കിനെതിരെ നീന്തുന്നവർക്ക് രക്ഷപ്പെടാൻ കഴിയൂ. ചണ്ടി ഒരിക്കലും ഒഴുക്കിനെതിരെ നീന്തില്ല, ഒഴുക്കിനൊത്തേ അത് നീന്തു. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഒഴുക്കിനെതിരെ നീന്തണം. നമ്മുടെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും അത് അല്ലാഹുവും അവന്റെ റസൂലും പൊരുത്തപ്പെടാത്തതാണോ, അവിടെ ഒഴുക്കിനെതിരെ നീന്തി നമ്മുടെ ആദർശം സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഇത് കൂട്ടത്തിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഉണർത്തുകയാണ്. ഇതിനെന്തു വേണം? അസ്ലുഹാസാബിത്തുൻ, നമ്മുടെ ഈമാനിന് വേരോട്ടം ലഭിച്ചിരിക്കണം. ഈ വേരോട്ടമാണ് നഷ്ടപ്പെട്ടത്. അസ്ലുഹാസാബിത്ത് തീരെ ഇല്ലാതെ പോയി. അസ്ലുഹാസാബിത്ത് തീരെ ഇല്ലാതെ പോയി. മനസ്സിൽ ഈമാൻ വേണ്ടത്ര ഉറച്ചിട്ടില്ല. ആ ഈമാനിന് വേരോട്ടം ചെയ്തിട്ടില്ല. ഇതാ കുഴപ്പം. അസ്ലുഹാ സാബിത്തുൻ വഫറുഹാ ഫിസ്സമാ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിക്ക് ഉറച്ചിട്ടുണ്ടോ മനസ്സിൽ? അവൻ ശരിക്ക് ഇസ്ലാമിൽ അധിഷ്ഠിതമായ അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും പൊരുത്തത്തിലധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ തയ്യാറാവും. അങ്ങനെ തയ്യാറാവണം. അപ്പോൾ ആദ്യം വേണ്ടത് ഈമാനിലൊരു ഉറപ്പാണ്. ആ ഉറപ്പ് തകരാൻ പാടില്ല. അതുകൊണ്ട് എന്നും ഞാൻ മരിക്കുന്നതുവരെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലെ ഒരു ആദർശ പടയാളിയായിട്ട് തന്നെ ഞാൻ ജീവിച്ചു മരിക്കുമെന്ന ദൃഢനിശ്ചയം, ആ സത്യപ്രതിജ്ഞയാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. ഈമാനിൽ തൊട്ട് കളിയില്ല. കാരണം ഈമാൻ നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെട്ടില്ലേ. പിന്നെ കോടാനക്കോടി രൂപയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയോ? ഇല്ല. അല്ലാഹു തആല തന്നെ പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വിഷയത്തിന് തന്നെ ധാരാളം ഉദാഹരണം പറയുന്ന ശൈലി അല്ലാഹുവിനുണ്ട്. നോക്ക് നിങ്ങൾ, ഈമാനില്ലാതെ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന അമലുകൾ അസ്ലുഹാ സാബിത്തുൻ എന്ന ഈത്തപ്പമരത്തിന്റെ ആ വേരോട്ടം, ഈമാനിക വേരോട്ടം നമുക്കില്ലെങ്കിൽ അതാ എനിക്കും നിങ്ങൾക്കും സംഭവിക്കാൻ പോകുന്ന വലിയ നഷ്ടം. നാം ചെയ്യുന്ന കർമ്മങ്ങൾ നിഷ്ഫലമാകുന്നു. കാഫിരീങ്ങളുടെ അമലിനെ കുറിച്ച് അഥവാ സത്യനിഷേധികളുടെ അമലിനെ കുറിച്ച് അല്ലാഹു അവന്റെ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മസലുല്ലദീന കഫറൂ ബിറബ്ബിഹിം അഅ്മാലുഹും കറമാദിൻ ഇസ്തദ്ദത് ബിഹിൽ റീഹ് ഫീ യൗമിൻ നാസിഫിൻ ലാ യഖ്ദിറൂന മിമ്മാ കസബൂ വലാ ശൈഅ. ഈമാൻ ഉറച്ചാൽ പിന്നെ നമ്മൾ കുറെ നിസ്കരിച്ചത് കൊണ്ട് കാര്യമായില്ല. ഈമാനിന് കളങ്കമേറ്റാൽ പിന്നെ നമ്മൾ നോമ്പ് നോറ്റത് കൊണ്ടായില്ല. ഈമാൻ ഉറക്കുന്നതിനാണ് പ്രാധാന്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതിന് ഇളക്കം തട്ടിക്കൂടാ. ഇതാണല്ലോ ഈമാൻ, അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം. അല്ലാഹ് അർശിൻ മുകളിൽ കയറിയിരിക്കുകയാണെന്ന് വിശ്വസിക്കാൻ പാടില്ല. അല്ലാഹുവിന് കണ്ണുണ്ട്, മൂക്കുണ്ട്, കൈയുണ്ട്, കാലുണ്ട് എന്ന് വിശ്വസിക്കാൻ പാടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അല്ലാഹുവിന്റെ ഹബീബ്, ആ ഹബീബിനോടുള്ള മതിപ്പും കൂറും നഷ്ടപ്പെട്ടുകൂടാ. ഹബീബിനോടുള്ള മതിപ്പും കൂറും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതിലുറച്ചു നിൽക്കണം വിശ്വാസി. ഇത് നഷ്ടപ്പെടുത്തി കളയലാണ് ഇവിടുത്തെ വ്യതിയാന ചിന്താഗതിക്കാരന്റെ മുദ്രാവാക്യം. വ്യതിയാന ചിന്താഗതിക്കാർ ആരാവട്ടെ, അവര് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഹബീബായ നബിതങ്ങളോടുള്ള മതിപ്പും കൂറും മുസൽമാന്റെ ഹൃദയത്തിൽ നിന്ന് എതിരുകളയാനാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെയും നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു കാക്കുമാറാവട്ടെ. ഞാനിത് പറയുന്നത് ആദ്യമായി വേണ്ടത് ഇതാണ്. ഇതിന് പ്രശ്നമല്ല എന്നുള്ള ഒരവസ്ഥ ഉണ്ടാവരുത്.
അമലുണ്ടായാൽ പോരെ. ആദ്യമായിട്ട് വേണ്ടത് അസ്ലുഹ സാബിത്തുൻ, ഈമാൻ ഉറക്കണം. ഈമാൻ ഉറച്ചില്ലെങ്കിൽ ഒരു കാര്യമില്ല. ഈമാൻ ഉറച്ചില്ലെങ്കിൽ ഞാൻ ഇന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇന്ന് നമ്മൾ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ദിവസം ഏകദേശം ഒരു 12 മണിക്ക് ഒരു ജനാസ സംസ്കരണത്തിൽ പങ്കുകൊണ്ടു. ആ ജനാസ സംസ്കരിച്ചതിന്റെ ശേഷം പള്ളിയിലേക്ക് ജനാസ എടുക്കുന്നതിന്റെ മുമ്പ് ഇമാമ് വന്ന് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് ഫാത്തിഹ ഓതി യാസീൻ ഓതിയപ്പോ മോൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, മൊലിയാരെ ഇത് ഇവിടെ വേണ്ട. ആലോചിക്കണം, സുന്നിയായ വാപ്പ, സുന്നിയായ പെൺമക്കള്, സുന്നിയായ സാനികന്മാർ, ആ വീട്ടിൽ വലിയ മോൻ അവൻ വ്യതിയാന ചിന്താഗതിക്കാരനായിപ്പോയി എന്നതിന്റെ പേരില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഊ അലാ മൗതാകും സൂറത്ത് യാസീൻ, നിങ്ങൾ മരിച്ചവരുടെ പേരില് സൂറത്ത് യാസീൻ പാരായണം ചെയ്യണമെന്ന് പറഞ്ഞെങ്കിൽ ആ യാസീനോടുമ്പോ ഇതിവിടെ പറ്റൂല എന്ന് പറഞ്ഞു. അതിനെ എതിർത്തു, വിമർശിച്ചു. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ വിമർശിച്ചെങ്കിൽ ആ വിമർശനം അവിടെ വിലപ്പോയില്ല. ഒരാൾ ആണത്വം കൈവിടാതെ ആ മയ്യിത്തുമായി തന്നെ ബന്ധപ്പെട്ട ഒരാൾ, അദ്ദേഹം പറഞ്ഞു, നീ പൊയ്ക്കോ, ഇവിടെ യാസീൻ ഓതണോ ഓതണ്ടേ എന്ന കാര്യം ഞങ്ങൾ തീരുമാനിച്ചുകൊള്ളാം. യാസീൻ ഓതിയിട്ട് ഇക്കാക്കന്റെ മയ്യത്ത് എടുക്കുന്നുള്ളൂ, എന്തു ചെയ്യും എന്ന് ആൺകുട്ടിയെ പോലെ നിലകൊണ്ട് ചോദിച്ചപ്പോൾ സംഗതി റാഹത്തായി. അത് കഴിഞ്ഞ് പള്ളിയിലെത്തിയപ്പോ ഇവൻ തന്നെയാണ് നിസ്കരിക്കാൻ നിൽക്കുന്നത്. ഇതാർക്കും തടയാൻ വയ്യല്ലോ, മോനല്ലേ അവകാശം എന്ന നിലയ്ക്ക്. പക്ഷെ അവരോടായി നമുക്കൊന്ന് ചോദിക്കാം, എവിടെന്നാണ് ഈ അവകാശം ഇവർ തെളിയിക്കാം? മോനാണ് വാപ്പയുടെ മയ്യത്ത് നിസ്കരിക്കേണ്ടതെന്ന അവകാശം തെളിയിക്കാൻ വ്യതിയാന ചിന്താഗതിക്കാരനാവൂല. ഫിഖ്ഹ് അംഗീകരിക്കുന്ന ആ ഫിഖ്ഹിൽ ശാഫി മദ്ഹബ് അംഗീകരിക്കുന്നവർക്കല്ലേ അതിന് കഴിയൂ. ശാഫി മദ്ഹബ് പ്രകാരം മാത്രമാണ് യഥാർത്ഥത്തിൽ മയ്യത്തിന്റെ അഖ്റബാണ് നിസ്കരിക്കേണ്ടത് എന്ന വാദം വരുന്നത്. വളരെ ഗൗരവപൂർവ്വം ആലോചിക്കണം. ഫിഖ്ഹ് അംഗീകരിക്കാത്തവർക്ക് അവിടെ മാത്രം എന്നല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ നീണ്ട കൊല്ലങ്ങൾ സമൂഹത്തിൽ ജീവിച്ചിട്ട് ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഹബീബുള്ള സമയത്ത് നിസ്കരിച്ച ജനാസകളൊക്കെ നിസ്കരിക്കുന്നത് ഹബീബാണ്. ഏതാവട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇത് പറയാൻ വേണ്ടിയാ ഞാനത് പറഞ്ഞത്. ഏതായാലും ഇവൻ എഴുന്നേറ്റ് നിൽക്കുന്നു, നിസ്കരിക്കുന്നു. ആ സമയത്ത് സുന്നികൾ അവിടെ നിന്ന് മാറി നിൽക്കുന്നു. പിന്നെ സുന്നികൾക്ക് നിസ്കരിക്കാൻ അവസരം വേണമെന്ന് പറഞ്ഞപ്പോ അവിടെ തർക്കമായി. മകൻ ബാപ്പയുടെ ജനാസ പിടിച്ചു എടുത്തു, അങ്ങേപുറത്ത് അളിയനും എടുത്തു. കാരണം പെങ്ങളുടെ ഭർത്താവും ഈ പാർട്ടിക്കാരനാണ്. എന്താണ് പിടിച്ചപ്പോഴേക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആണത്വത്തോടുകൂടെ 2-3 ആള് വെക്കടാ മയ്യത്തവിടെ എന്ന് പറഞ്ഞപ്പോ ആ ശക്തി കൊണ്ട് അവിടെ വെച്ചു. സുന്നികളും നിസ്കരിച്ചു, എല്ലാം റാഹത്തായി. ഞാൻ പറയുന്നത് ഇത്തരം കേസുകൾ വരുന്നതെന്തുകൊണ്ടാണെന്നറിയോ നിങ്ങൾ? അസ്ലുഹാ സാബിത്ത് എന്നതിന് പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ട് എന്നതാ. ഈമാനിന്റെ കാര്യത്തിൽ അത്ര പ്രാധാന്യം കൊടുത്തില്ല. ഇതാ നിങ്ങളെ കുട്ടിനെ ആ സ്ഥാപനത്തിൽ പറഞ്ഞേക്കണ്ട, എന്താ ഉസ്താദേ എവിടെ നിന്നായാലും പഠിച്ചാ പോരെ എന്ന് ചോദിക്കുന്നതാണ്. അങ്ങനെ മോനിങ്ങനെ മനംമാറ്റം വരുമ്പോ കണ്ടോ നിങ്ങൾ, ഹൈക്കോട്ട് ഉസ്താദ് ഏത് ഉണ്ടാമണ്ടിക്കാരനായാലും നേരത്തെ നിസ്കരിക്കുന്നില്ലേ? വാപ്പ ചോദിച്ചു തുടങ്ങുകയാണ്. ഇപ്പൊ കണ്ടോ നിങ്ങൾ, ഇത്തരം വാപ്പമാരുടെ മയ്യത്ത് കൊണ്ടാ കളിക്കുന്നത്. കാരണം എന്തേ? നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ വിട്ട് കളിക്കരുത്. ഈമാനിന് പ്രസക്തിയുണ്ട്. ഈമാനില്ലാതെ നേരത്തിന് മുമ്പ് നിസ്കരിച്ചിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞാൽ ബാങ്ക് വെക്കുമ്പോഴേക്ക് നിസ്കരിക്കുന്ന ടീമായിരിക്കും ഒരു പക്ഷേ. ഈമാനില്ലാതെ പോയാൽ അതിന് കഴിയും. ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നുണ്ട്. നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളെ നമ്മൾ പ്രതിരോധിക്കണമെന്ന് പറയുമ്പോ ഏതൊക്കെയാണ് നമുക്കെതിരെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ എന്ന് പറയാൻ പോകുന്നുണ്ട്. അതിലേക്ക് വരുന്ന സമയത്ത് ഞാനത് പറയാം. ഞാൻ പറഞ്ഞത് ആദ്യമായിട്ട് ഉറപ്പു വേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഈമാനിന്റെ കാര്യത്തിലാണ്. അസ്ലുഹാ സാബിത്തുൻ, അസ്ലുഹാ സാബിത്തുൻ.
ആ ഈമാനിന് കളങ്കം പറ്റുന്ന ഒരു കാര്യവും ജീവിതത്തിൽ വരരുത്. ബിദ്അത്തുകൾ മനസ്സിലേക്ക് ചേർക്കരുത്. കുഫറും ശിർക്കും മനസ്സിലേക്ക് വരരുത്. ഇതൊക്കെ ഈമാനിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഈമാൻ റെഡിയായിരിക്കണം. അള്ളാഹുവായിട്ടുള്ള ബന്ധം വഷളാവരുത്. റസൂലുള്ളാഹിയുമായിട്ടുള്ള ബന്ധം വഷളാവരുത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാ. ഇനിയോ അസ്ലുഹാ സാബിത്തുൻ എന്ന് കഴിഞ്ഞതിന്റെ ശേഷം അല്ലാഹ് പറയുന്നത് വഫർഉഹാ ഫിസ്സമാ. ഈത്തപ്പന മരത്തിന്റെ ഒരു സ്വഭാവം വിശ്വാസിക്കുണ്ടാവണം. അതാവ ഫർഉഹാ ഫിസ്സമാ. മുകൾ ഭാഗത്ത് അന്തരീക്ഷത്തിൽ പടർന്നു പന്തലിച്ച് കിടക്കുന്ന അതിന്റെ കമ്പുകൾ കണ്ടാൽ, ശാഖകൾ കണ്ടാൽ, ചില്ലകൾ കണ്ടാൽ, ഇലഞ്ഞിറൂങ്ങിയ ഇലക്കൂട്ടങ്ങൾ കണ്ടാൽ പറയാൻ പറ്റും ഇത് ഈത്തപ്പന മരമാണ്. ഇതേ രൂപത്തിൽ ഒരു വിശ്വാസിക്ക് ഹൃദയത്തിൽ അസ്ലുഹാ സാബിത്തുൻ എന്ന് പറഞ്ഞ ഈമാനിന്റെ വേരോട്ടമുണ്ടോ? ഇത് എനിക്കും നിനക്കും തീരുമാനിക്കാൻ പറ്റിയ വിഷയമല്ല. കൽബ് കീറി നോക്കിയാൽ നമുക്ക് മനസ്സിലാകുമോ ഈമാനിന് വേരോട്ടമുണ്ടോ? പറയാൻ പറ്റില്ല. ഈമാനിന്റെ വേരോട്ടം എന്ന് പറയുന്നത് കൽബിനകത്താണ്. ഇതുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ആ ഈമാനിന് വേരോട്ടമുണ്ടെന്ന് തെളിയിക്കുന്ന വലിയ ഒരു ലക്ഷണമായ കർമ്മങ്ങൾ നന്നാവുക എന്നത്. ഇതാണ് ഫർഉഹാ ഫിസ്സമാ. വേരോട്ടമുള്ളതോടൊപ്പം അതിന്റെ ചില്ലകൾ പടർന്ന് പന്തലിച്ച് അന്തസ്സോടെ നിൽക്കുന്നു. അപ്പോൾ ഖൽബിന് ഈമാനിന് വേരോട്ടമുണ്ടോ എന്ന് നോക്കാൻ വിശ്വാസിയായ ചെറുപ്പക്കാരന്റെ തലയിലേക്ക് നോക്കിയാൽ മതി. വിശ്വാസിയായ ചെറുപ്പക്കാരന്റെ കൈയിലേക്ക് നോക്കിയാൽ മതി. വിശ്വാസിയായ ചെറുപ്പക്കാരിയുടെ കൈത്തണ്ടയിൽ നോക്കിയാൽ മതി. കൊമ്പും ചില്ലയും നോക്കിയാൽ അറിയാം. തല കണ്ടാലറിയാം, കാൽ കണ്ടാലറിയാം, കൈ കണ്ടാലറിയാം, തല കണ്ടാലറിയാം, ഇങ്ങനെ തുടങ്ങിയിട്ട് മീശ കണ്ടാലറിയാം, താടിരോമങ്ങൾ കണ്ടാലറിയാം. വിശ്വാസത്തിന്റെ ഈ ഈമാനിന് വേരോട്ടമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ലക്ഷണമാണത്. മുഖത്തേക്കങ്ങ് നോക്കുന്ന സമയത്ത് ഇതൊന്നുമില്ല. താടി വളർത്തണമെന്ന് പറഞ്ഞ ഇസ്ലാം അതവന്റെ മുഖത്ത് കാണുന്നില്ല. മീശ വെട്ടി ചെറുതാക്കണമെന്ന് പറഞ്ഞ സ്വഭാവം അവന്റെ മുഖത്ത് കാണുന്നില്ല. തലയിലേക്ക് നോക്കുമ്പോ ചെറുപ്പക്കാര് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണോ. അപ്പാച്ചി കട്ടാക്കിയിട്ട് പിൻഭാഗം എലി കരണ്ട ആകൃതിയിൽ തലവെച്ചിട്ടുണ്ട്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതാ തലമുടി അല്പം കളഞ്ഞ് അല്പം നിർത്തുന്നത് തീരെ ഇഷ്ടമില്ലായിരുന്നു. കളയുന്നില്ലെങ്കിലും കളഞ്ഞതുപോലെ മെസ്സിയിലേക്ക് ചെറുതാക്കുന്നുണ്ട്. ചിലർ കളയുക തന്നെ ചെയ്യുന്നുണ്ട് പകുതി ഭാഗം. എങ്ങനെയായാലും ഞാൻ പറയുന്നു, റസൂലുള്ളാഹി ഹയാത്തിലുണ്ടെങ്കിൽ ഈ സംസ്കാരം ഇഷ്ടപ്പെടൂല എന്നാണ് ഹദീസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയട്ടെ, എട്ടും പൊട്ടും തിരിയാത്ത ഓമന മക്കളുടെ 2ഉം 3ഉം വയസ്സ് പ്രായമുള്ള മക്കളുടെ തല പോലും അപ്പാച്ചിക്കട്ടാക്കിയെങ്കിലേ ഉമ്മക്ക് ഉറക്കം വരുന്നുള്ളൂ, ഉപ്പാക്ക് ഉറക്കം വരുന്നുള്ളൂ. ഉപ്പയാണിത് ചെയ്യിപ്പിക്കുന്നത്, ഉമ്മയാണിത് ചെയ്യിപ്പിക്കുന്നത്. ചെയ്യരുത് എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠത്തി, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അനുജത്തി കരുതണം. ചെറിയ എട്ടുംപൊട്ടും തിരിയാത്ത കുരുന്നുകളുടെ തലയിൽ ഇത്തരം വികൃതികൾ നടത്തരുത്. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത പണിയാണിതൊക്കെ. അതാ ഈ സഹോദരിയുടെ കൈത്തണ്ടയിലേക്ക് നോക്കുമ്പോ, അവൾ അങ്ങാടിയിൽ ഇറങ്ങി വന്നപ്പോ അവളുടെ കൈത്തണ്ടയിലേക്ക് നോക്കുമ്പോ ഹാഫ് കൈ പുറത്താ. ആവശ്യമില്ലാതെ അങ്ങാടിയിൽ ഇറങ്ങി വരാൻ തന്നെ പാടില്ല. ഇനി പോവട്ടെ, അവളുടെ ഔറത്ത് മറച്ച വേഷധാനങ്ങൾ നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഹാഫ് കയ്യാ ധരിച്ചത്. ആ പെണ്ണിന്റെ വിളിച്ചു പറയുന്നുണ്ട്, അവളുടെ കൈത്തണ്ട വിളിച്ചു പറയുന്നുണ്ട്. ഈമാനിന് വേണ്ടത്ര ഉറപ്പുപോരാ. കാരണം കൈത്തണ്ട മറക്കേണ്ടിയിരുന്നു പെണ്ണ്, ഫുൾ കൈ ധരിക്കേണ്ടിയിരുന്നു ആ പെണ്ണ്. അതുണ്ടായില്ല. ഇതേ രൂപത്തിൽ ഓരോ സംഗതിയിലും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ നടന്നിങ്ങനെ പോകുമ്പോൾ ആ ചെറുപ്പക്കാരന്റെ കാലിൽ നോക്കിയാൽ ഈമാനിന് വേരോട്ടമുണ്ടോ എന്ന് കാണാൻ കഴിയും. കാലിൽ നോക്കുന്ന സമയത്ത് അയാളുടെ പാൻറ് ഇത്രയും നീളത്തിൽ താഴോട്ട് അടിച്ചുവാരി നടക്കുകയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ ചൂൽ പാൻറായി നടക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ. വഴിയിലുള്ള കാഷ്ടവും മൂത്രവും കഫവും വലിച്ചങ്ങനെ എടുത്ത് കോരിക്കൊണ്ടു പോവുകയാണ്. എത്രയോ മുതലാളിമാരുണ്ട്,
നിര്യാണിയുടെ താഴെ മൊത്തം മുണ്ടെടുത്ത് പരിചയമുള്ളവർ തുണിയുടെ കുത്തം കഴിച്ചിട്ടാൽ അതാ മാർബിൾ തറയിൽ 1.5 മീറ്റർ ഇങ്ങനെ വിരിഞ്ഞു കിടക്കണം. അപ്പോഴാ ഞാൻ മുതലാളി വരുന്നത്. അതൊന്ന് കയറ്റിയെടുത്താൽ നിര്യാണിയുടെ മുകളിലേക്ക് അല്പം കയറ്റിയെടുത്താൽ അന്ന് ഞാൻ മുതലാളിയല്ല, അന്ന് മുതൽ ഞാനൊരു മൊല്ലാക്കയാണ് എന്ന ധാരണയാണ് അധിക മുതലാളിമാർക്കും. ഞാൻ പറയുന്നു, എന്റെ ശബ്ദം കേൾക്കുന്നവർ ചിന്തിക്കണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് 80-ലധികം ഹദീസുകളിൽ ഈ വിഷയത്തിൽ താക്കീത് നൽകിയിട്ടുണ്ട്. ഒരു ഹദീസിലല്ല, 2 ഹദീസിലല്ല, 3 ഹദീസിലല്ല, 30 എണ്ണത്തിലല്ല, 80-ലധികം ഹദീസുകൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. വിവിധ ഭാഷകൾ നബിതങ്ങൾ പ്രയോഗിച്ചത് കാണാം. അതിൽ ചില ഭാഷകളാണ് ഇന്നല്ലാഹ ലാ യൻദുറു യൗമൽ ഖിയാമത്തി ഇലാ മൻ ജറ റൗബഹു ബത്ഗാ. വസ്ത്രം വലിച്ചെടുത്ത് നടക്കുന്നവന്റെ മുഖത്തേക്ക് നാളെ പടച്ച റബ്ബ് ഖിയാമത്ത് നാളിൽ നോക്കൂല. താൽപര്യപൂർവ്വം അവന്റെ മുഖത്തേക്കല്ല നോക്കൂല. അല്ല നമ്മളെ വേണ്ടി ചെയ്യാനാൽ ആരാ നമ്മളെ വേണ്ടി ചെയ്യുക? ഒന്നാലോചിച്ച് നോക്ക. അല്ല വേണ്ടി ചെയ്യാനാൽ പിന്നെ ആരാ നമ്മളെ വേണ്ടി ചെയ്യാനുള്ളത്? അതുകൊണ്ട് ഞാൻ പറയുന്നു, ജീവിതം തിരുത്തിയേ പറ്റൂ. എന്റെ ചെറുപ്പക്കാര് പാൻസിന്റെ നീളം കുറച്ചേ പറ്റൂ. അതുപോലെ തന്നെ സഹോദരന്മാര് തുണി താഴ്ത്തി ഉടുക്കുന്ന ഈ ദുശീലം ഒഴിവാക്കണം. തുണി പൊക്കി ഉടുക്കാൻ തന്നെ പഠിക്കണം. ഇതൊരു ചെറിയ വിഷയമല്ല. മറ്റൊരു ഹദീസിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത മുസ്ബിലിൻ നിസാറ. മുണ്ട് വലിച്ചഴച്ച് നടക്കുന്നവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. മുണ്ട് വലിച്ചഴച്ച് നടക്കുന്നവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. കാരണം ഫുട്പാത്തിലൂടെ നടന്നു പോകുന്ന സഹോദരൻ, റോട്ടിലൂടെ നടന്നു നീങ്ങുന്ന സഹോദരൻ, ഇവൻ ചിന്തിക്കുന്നുണ്ടോ എത്ര വലിയ തെറ്റാ ഇവൻ ചെയ്യുന്നതെന്ന്? ഇത്രയും നീളത്തിൽ പാൻസ് താഴ്ത്തിയിട്ട് വലിച്ചഴച്ച് നടക്കുമ്പോ ഈ പശുവിന്റെ കാഷ്ടവും മൂത്രവും ഈ ഫുട്പാത്തിൽ നിന്നതൊക്കെ അടിച്ചുവാരിപ്പോയി അതാ പള്ളിയിലെ ഹൗദുങ്കറിൽ നിന്ന് ഉദൂ ചെയ്ത് പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ പാൻസിന്റെ തലപ്പ് മടക്കി വെച്ചിട്ട് ചുരുട്ടി വെച്ചിട്ട് എല്ലാം കൂട്ടി പശുവിന്റെ കാഷ്ടമുണ്ട്, മൂത്രമുണ്ട്, മനുഷ്യരുടെ കഫമുണ്ട്, അതേ രൂപത്തിൽ മനുഷ്യരുടെ മൂത്രമുണ്ട്. സംസ്കാരമില്ലാത്ത പലരും നിൽക്കണെന്നു തന്നെ മൂത്രമൊഴിച്ച എത്രയോ സ്ഥലങ്ങളുണ്ട്. അതിലൂടെയൊക്കെയാണ് നടന്നു പോകുന്നത്. ഇതെല്ലാം കൂട്ടിയിട്ട് ിന്റെ മുമ്പിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഒന്നായിട്ട് കൂട്ടിയിട്ടൊരു കെട്ട് അല്ലാഹു സ്വീകരിക്കോ? ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത മുസ്ബിൻ നിസാറ. സുബ്ഹാനല്ലാഹ്. പലരും മനസ്സിലാക്കിയത് നിസ്കരിക്കുന്ന സമയത്ത് ആ തുണി അല്പം പൊക്കിയെടുത്ത ആ സംഗതി കഴിഞ്ഞൂടാ. അല്ല, തുണി വലിച്ചഴക്കുന്നവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല എന്നാ അല്ലാഹു പറഞ്ഞത്. തുണി വലിച്ചഴച്ച് നിസ്കരിക്കുന്നവന്റെ നിസ്കാരം സ്വീകരിക്കൂല എന്നല്ല, അതിനൊന്നും മാറ്റടി. തുണി വലിച്ചഴച്ച് നടക്കുന്നയാള് നിസ്കാരത്തിൽ പൊക്കിയാലും ശരി താത്തിച്ചാലും ശരി അയാളുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. എന്നാൽ ഈ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് വലിച്ചഴച്ച് നടക്കുന്നവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. എന്തേ അതിന്റെ കാരണം? ഷർത്തില്ലാത്ത നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. നിസ്കാരത്തിന്റെ ഷർത്തുകൾ പഠിക്കുന്ന സമയത്ത് 2ാം ക്ലാസ്സിന് പഠിച്ചതാണ്. നിസ്കരിക്കുന്നവന്റെ ദേഹം, നിസ്കരിക്കുന്നവന്റെ വസ്ത്രം, നിസ്കരിക്കുന്നവന്റെ സ്ഥലം നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കാം. ഇവന്റെ വസ്ത്രം എന്തായാലും ശുദ്ധിയാവൂല, ഉറപ്പല്ലേ? എന്നല്ല, ചിലപ്പോ ഈ സാധനത്തിൽ നനവുണ്ടെങ്കിൽ പള്ളിയും കൂടെ നനസാക്കിയിട്ട് ഇവൻ തിരിച്ചു വരുള്ളൂ. ഈ അവസ്ഥയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരന്റെ ഖേറിൽ നോക്കിയാൽ അറിയാം ഇവന് ഈമാനിന്റെ വേരോട്ടമുണ്ടോ. ഞാൻ പറയുന്നു, അറിയാതെ ഈ തെറ്റുകൾ തിരുപോയ സഹോദരന്മാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തിരുത്തണം. ഇനി മുണ്ട് വലിച്ചകത്ത് നടക്കുന്ന ഒരു ശീലമുണ്ടാവരുത് ജീവിതത്തിൽ. വലിയ തെറ്റാണെന്ന് തന്നെ മനസ്സിലാക്കുകയൊന്നും ചെറിയ കാര്യമല്ല. ഇനിയും നോക്കിക്കോ. കയ്യിലേക്ക് നോക്കിയാൽ അറിയാം അവന് ഈമാനിന്റെ വേരോട്ടം ലഭിച്ചിട്ടുണ്ടോ. കൈവിരലുകൾ നോക്കിയാൽ സ്വർണത്തിന്റെ മോതിരം കാണുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഈമാനിന്റെ വേരോട്ടം ലഭിച്ചിട്ടില്ല.
ഈ കോഴിക്കോട് ഭാഗത്തു നിന്ന് വന്ന, നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, ഒരു പുതിയാപ്പിളയ്ക്ക് നിക്കാഹ് ചെയ്യാനിരിക്കുന്ന സമയത്ത് അതാ ആ പുതിയാപ്പിള സ്വർണ്ണമോതിരം ധരിച്ചിരിക്കുന്നു. നിക്കാഹിന് വന്ന സദസ്സിൽ ഉസ്താദ് പറഞ്ഞു, നല്ലൊരു പരിപാടിക്കല്ലേ പോകുന്നത്, നിക്കാഹ് കസുതരാനാണ് ഒരുങ്ങുന്നത്, അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ആ മോതിരം അയക്കണം എന്ന് പറഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, നിക്കാഹിന്റെ വേളയിലായതുകൊണ്ട് ഇതൊരു മോശമാണല്ലോ ഉസ്താദ് എന്ന് ചോദിച്ചിട്ടത് ഊരുമ്പോ ഉസ്താദ് പറഞ്ഞു, എവിടെയും മോശം തന്നെയാണ്, പക്ഷേ നീ അത് ഊരുന്നില്ലെങ്കിൽ നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തരൂല. അങ്ങനെ തന്നെ പറഞ്ഞു. അയാളത് ഊരിയിട്ട് പോക്കറ്റിലിടുന്നു. ഹബീബായ റസൂലുള്ളാഹി തങ്ങളിങ്ങനെ നടന്നു പോകുമ്പോ തന്റെ പ്രിയപ്പെട്ട സഹാബാക്കിറാം ഒതിരിക്കുന്നു. ആ സദസ്സിലൂടെ കടന്നു പോകുമ്പോ ഒരാളുടെ കൈവരലിൽ നല്ല ഒരു സ്വർണത്തിന്റെ മോതിരമുണ്ട്. ഹബീബ് അദ്ദേഹത്തെ ഇന്ന് വിളിച്ചു. ഹബീബിന്റെ മുഖം ഇങ്ങനെ വിവർണമായിട്ടുണ്ട്, ഹബീബിന്റെ മുഖത്തിന്റെ കളറ് മാറിയിട്ടുണ്ട്. ഹബീബ് അയാളെ വിളിച്ചിട്ട് ആ മോതിരങ്ങോട്ട് ഊരിയിട്ട് ഒരൊറ്റയേറാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വിലപിടിപ്പുള്ള സ്വർണത്തിന്റെ മോതിരമാണ് എറിയിക്കുന്നത്. ഇത് വിശ്വാസിക്ക് യോജിച്ച പണിയല്ല. ഹബീബായ നബികൾ അങ്ങ് നടന്നുപോയപ്പോ കൂടെയുള്ളവർ പറഞ്ഞു, സുഹൃത്തെ, നമ്മളെ ആണുങ്ങളെ ധരിക്കരുത്, അതാണ് റസൂലുള്ളാഹി ഹറാമാക്കിയത്. അല്ലാഹ് ഹറാമാക്കിയത് റസൂലുള്ളാഹി ഹറാമാക്കുന്നില്ല, അല്ലാഹ് ഹറാമാക്കി. അല്ലാഹ് ഹറാമാക്കിയത് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കണം. ഇത് വലിച്ചെറിഞ്ഞപ്പോ ഇവര് പറയാൻ, ധരിക്കലല്ലേ ഹറാമ്, അത് കേട്ടോ നമ്മുടെ നിന്റെ ഭാര്യക്ക് കൊടുക്കാലോ, പെൺമക്കൾക്ക് കൊടുക്കാലോ, ചെറിയ കുട്ടികൾക്ക് കൊടുക്കാലോ, എടുത്തോ അല്ലെങ്കിൽ വിറ്റ് കാശാക്കാലോ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറയാണ്, മുത്തുനബി വലിച്ചെറിഞ്ഞ സാധനോ എത്ര വിലപിടിപ്പുള്ളതാണെങ്കിലും ഇനി ഞാനതെടുക്കില്ല. എന്റെ കയ്യിലത് കാണുന്നതിലുള്ള വെറുപ്പാണല്ലോ നബിതങ്ങൾ പ്രകടിപ്പിച്ചത്. ഇനി എന്റെ ജീവിതത്തിൽ ഞാനതിനോടടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. ഈമാനിന് വേരോട്ടമുണ്ടെന്നതിന്റെ തെളിവാണ് ആ കലിമത്ത്. ആ പ്രഖ്യാപനം അതിന് തെളിവാണ്. എന്നാലോ നമ്മുടെ ആളുകളുടെ അവസ്ഥ ഇതാണ്. എപ്പോഴും സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചുകൊണ്ട് നടക്കുന്ന പുരുഷന്മാരുണ്ട്. ഈ പരിപാടി അവസാനിപ്പിക്കണം. പുരുഷന്മാർക്ക് സ്വർണ്ണാഭരണം അനുവദനീയമല്ല. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ഓരോ ഭാഗത്ത് നോക്കുമ്പോഴും വിശ്വാസിയാണോ അല്ലേ എന്നത് അവന്റെ ദേഹത്തിന്റെ ഓരോ ഭാഗത്തും കാണാൻ കഴിയുന്നതാണ്. ഒരു ഭാഗത്തു മാത്രമല്ല, സർവഭാഗങ്ങളിലും അത് കാണാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചുണ്ടിന്റെ ചുവപ്പ് കാണുന്ന രൂപത്തിൽ മീശ ചെറുതാക്കണമെന്ന് ഹബീബ് പറഞ്ഞു. എന്നാൽ വായിലേക്ക് തലനീട്ടി കടന്നിക്കുന്ന കൊമ്പൻ മീശകളാണ് പലർക്കും. അതുപോലെ തന്നെ താടി നീട്ടണമെന്ന് മുത്തുനബി പറഞ്ഞു. പക്ഷേ പലരും താടി ക്ലീൻ ഷേവാണ്. പലരുടെയും താടികളിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കക്ഷത്തിലെ മുടി നിങ്ങൾ നീക്കണമെന്ന്. ബനിയനായിട്ട് ദിവസവും ക്ലീൻ ഷേവ് ചെയ്യുന്ന ആ VIP അയാൾ ബനിയനായിട്ട് കണ്ടാൽ വളരെ ബോറാൻ. ആ രൂപത്തിൽ ഇത് വളർന്നിരിക്കുന്നു. ഇതാ ഞാൻ പറഞ്ഞത്. ഇതങ്ങൾ പറഞ്ഞതിനെതിരു തന്നെ ജീവിക്കുന്ന അവസ്ഥ. അപ്പോൾ നമ്മളെ കണ്ടാലറിയാൻ കഴിയണം, എന്റെ പ്രിയപ്പെട്ട സഹോദരി, നിന്നെ കണ്ടാലറിയാൻ കഴിയണം നീ ഒരു വിശ്വാസിനിയാണോ അല്ലേ എന്നത്. വിശ്വാസിനിയാണെങ്കിൽ അത് നിന്റെ തലയിൽ പ്രതിഫലിക്കണം. വിശ്വാസിനിയാണോ അത് നിന്റെ കൈത്തണ്ടയിൽ പ്രതിഫലിക്കണം, നിന്റെ ദേഹത്തിൽ പ്രതിഫലിക്കണം. ദേഹമാസകലം നീ മറച്ചിരിക്കണം. അതേ ഔറത്തു മറക്കാത്ത പെണ്ണ് കാലത്തിന്റെ നാശമാണവൾ. ഹബീബ് പറഞ്ഞില്ലേ, നിസാഉൻ കസിയാത്തുൻ അരിയാത്തുൻ മൈലാത്തുൻ മുമീലാത്ത്. പെണ്ണുങ്ങൾ ആഹൃതമായി വരാൻ പോകുന്നുണ്ട്. കാസിയാത്തുൻ അവര് ഉടുത്തിട്ടുണ്ട്, അരിയാത്തുൻ എന്നാൽ ഉടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ധരിച്ചിട്ടുണ്ട് എന്നാൽ നഗ്നരാൻ. എങ്ങനെയാണ് ഇത് പറയാ? ഉടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉടുത്തിട്ടുണ്ട്, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉടുത്തിട്ടില്ല. കാസിയാത്തും അരിയാത്തും ഇതെങ്ങനെ സാധ്യമാകുന്നു? രണ്ട് വ്യാഖ്യാനങ്ങളാണ് മഹാന്മാർ അതിന് നൽകിയത്. ഒന്ന് മഹാന്മാർ ഈ ഹദീസ് വിശദീകരിച്ചിട്ട് പറഞ്ഞ്,
ഔറത്ത് മറക്കാൻ ആവശ്യമായ അളവിൽ വസ്ത്രമില്ല. അല്ലേ? ഹാഫ് വയറ് പുറത്തു കാണിക്കുന്ന സാരി കുപ്പായമാണ് ആ ഉമ്മ ധരിച്ചിരിക്കുന്നത്. ഹാഫ് വയറ് പുറത്തേക്ക് ചാടി നിൽക്കുകയാണ്. ഈ ഉമ്മനെ സംബന്ധിച്ച് ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. കുപ്പായുണ്ട്, ഷർട്ടുണ്ട്, തുണിയുണ്ട്, അതുപോലെ തന്നെ അവൾ സാരി ധരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മാക്സി ധരിച്ചിട്ടുണ്ട്. എന്തോ അവന്റെ തലമുടി മറച്ചിട്ടില്ല. അത് ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ധരിച്ചിട്ടുണ്ട്, ഇല്ലോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നും പറയാം. അപ്പൊ മതിയായ അളവിൽ എല്ലായിടത്തും എത്താനുള്ള ഡ്രസ്സില്ല. ഇനിയോ രണ്ടാമത്തെ ന്യായം, കസിയാത്തിന് അറിയാത്തുന്നത് രണ്ടാമത്തെ അർത്ഥം പറഞ്ഞത്, ദേഹമാസകലം ഫുൾ കൈ ഷർട്ട് തന്നെയുണ്ട്. പെണ്ണ് ഹാഫ് കൈ ഷർട്ട് ഇട്ടു എന്നതാണ് ആദ്യം പറഞ്ഞത്. എന്നാ ഫുൾ കൈ ഷർട്ട് തന്നെയുണ്ട്. തല മറച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തലയും മറച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ ദേഹത്തിന്റെ വയറ് മുഴുവനും മറച്ചിട്ടുണ്ട്. പിന്നെന്താ പ്രശ്നം? അത് കണ്ണാടി ചില്ല് പോലെയുള്ള വസ്ത്രമാണ്. ആകെ മറച്ചാലും എല്ലാം പുറത്തുനിന്ന് എല്ലാം സ്വതന്ത്രമായി കാണാൻ പറ്റുന്ന അവസ്ഥയിലാണുള്ളത്. കണ്ണാടി ചില്ല് പോലെ നിഴലിച്ചു കാണുന്ന വസ്ത്രങ്ങളോ മതിയായ അളവിൽ നീളമില്ലാത്ത വസ്ത്രങ്ങളോ ധരിച്ചാൽ ആ പെണ്ണുങ്ങൾ കാലത്തിന്റെ ശാപമാണ്. അവരെ ഞാൻ കണ്ടിട്ടില്ല. റസൂലുള്ള പറഞ്ഞു, രണ്ടു വിഭാഗം സിൻഫാനിലം അറഹുമ, രണ്ടു വിഭാഗത്തെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ജീവിതത്തിൽ പിൽക്കാലത്ത് വരാനുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് എത്ര ശരിയാണ്. ഇന്നത്തെ പെണ്ണാകെ പിടുത്തം വിട്ടില്ലേ? ഓ വിശ്വാസിനികളെ, وقرن في بيوتكن ولا تبرجن تبرج الجاهلية الأولى, നിങ്ങൾ നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടണം. ولا تبرجن تبرج الجاهلية الأولى, ആ ഡാർക്ക് ഏജ് യുഗത്തിലെ അന്ധകാര കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ ചമഞ്ഞൊരുങ്ങിയതുപോലെ നിങ്ങൾ ചമഞ്ഞൊരുങ്ങി പുറപ്പെടരുത്. നിങ്ങൾ ചമഞ്ഞൊരുങ്ങി നടക്കരുത്. നിങ്ങൾ അടിച്ചു പൊളിച്ച് നടക്കരുത്. വലാ തബറജന തബറുജൽ ജാഹിലിയ്യത്തുൽ ഊലാ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടൊരു മഹാൻ പറയുന്നത് കാണാം. ജാഹിലിയ കാലത്തെ പെണ്ണിനെ പോലെ നടക്കരുത് എന്ന് പറയുമ്പോൾ ചിന്തിക്കണം, എന്താ ജാഹിലിയ കാലത്തെ പെണ്ണിന്റെ അവസ്ഥ? എന്താ അവൾ ചെയ്തിരുന്ന തെറ്റ്? ഇന്നഹാ കാനത്തിലാ തഖ്തുമു ശഅറഹാ, അവൾ അവളുടെ തലമുടി മറക്കാറില്ലായിരുന്നു. ഇതാണ് ജാഹിലിയ കാലത്തെ പെണ്ണിന്റെ ശാപമെങ്കിൽ ഇന്നത്തെ പെണ്ണിന്റെ ശാപം തലമുടി മറക്കാത്തതല്ല, അവൾ തീരെ ഉടുക്കാത്തതാണ്. അതുകൊണ്ട് ദരിദ്രങ്ങൾ പറഞ്ഞതിലും മറഹുമാ അല്ലേ, തീരെ ഉടുക്കുന്നില്ല ഇന്നത്തെ പെണ്ണ്. വെറും തലമറക്കാത്ത പ്രശ്നമല്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് വിഷയം ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈത്തപ്പന മരം അതിന്റെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുന്നത് പോലെ എന്റെ ഉമ്മമാര് നിങ്ങളുടെ ദേഹത്തിൽ നോക്കിയാൽ, നിങ്ങളുടെ ശരീരത്തിൽ നോക്കിയാൽ, നിങ്ങളുടെ അവയവങ്ങളിൽ നോക്കിയാൽ ഈമാനിന്റേതായിരിക്കുന്ന പ്രതിഫലനങ്ങൾ കാണണം. ഈമാനിന് കർമ്മത്തിന്റെ തിളക്കം വേണം. അതില്ലെങ്കിൽ വെറും കർമ്മമായി വെറും ഈമാനായി രണ്ടായാലും കുടുങ്ങും. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഈമാനിന്റെ പ്രസക്തിയെ കുറിച്ച് പറഞ്ഞപ്പോ ആ ആയത്ത് ഞാൻ ഓടാൻ വിട്ടുപോയി. ഞാൻ പറഞ്ഞു സൂറത്ത് ഇബ്രാഹീമിൽ 18-ാമത്തെ ആയത്ത്, മസലുല്ലദീന കഫറൂ ബിറബ്ബിഹിം, അല്ലാഹുവിനെ കൊണ്ട് നിഷേധിച്ചവരുടെ ഉദാഹരണം, സത്യനിഷേധികളുടെ ഉദാഹരണം. ഈമാനില്ലാത്ത കക്ഷികൾ അഅ്മാലുഹും, അവർ ലക്ഷങ്ങളുടെ ഫണ്ടുകൾ നടത്തിയിട്ട് കാര്യമില്ല, കോഴികളുടെ റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല, നിസ്കരിച്ചിട്ട് കാര്യമില്ല, നോമ്പ് നോച്ചിട്ട് കാര്യമില്ല, മുത്തുനദിയെ കുതിരയാക്കിയിട്ട് പിന്നെ നോമ്പ് നോച്ചിട്ടെന്ത് കാര്യ, മുത്തുനദിയെ വഷളാക്കിയിട്ട് നിസ്കരിച്ചിട്ടെന്ത് കാര്യ, മുത്തുനദിയെ വളരെ ഇൻസൾട്ടാക്കി സംസാരിച്ചിട്ട് പിന്നെ നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും രക്ഷപ്പെടാൻ കഴിയോ? ഈമാനിന് തകരാറ് സംഭവിച്ചാൽ അഅ്മാലുഹും, നിങ്ങൾ കാണുന്ന അവരുടെ സൽക്കർമ്മങ്ങളില്ലേ, അത് കറമാദിൻ, ഒരു വെണ്ണീർ കൂന പോലെയാണ്. കറമാദിൻ ഇസ്തദ്ദത് ബിഹിർ,
കാറ്റ് പിടിച്ച ശക്തമായ കാറ്റ് പിടിച്ച വെണ്ണീർക്കുന പോലെയാണ് ചുഴലിക്കാറ്റുള്ള ദിവസത്തിൽ, നല്ല കൊടുങ്കാറ്റുള്ള ഒരു ദിവസത്തിൽ നീ ഒരു കൂന വെണ്ണീർ, ഒരു 25 ചാക്ക് വെണ്ണീർ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടിരുന്നു. ഒരു വെണ്ണീർ കൂന എന്തിന്? നിന്റെ കൃഷിക്ക് അത് വാരിയിടാനാണ് കൊണ്ടുപോയി വെച്ചത് നിന്റെ തോട്ടത്തിൽ. അപ്പോഴാ നല്ല ഒരു കാറ്റിങ് വന്നത്, ശക്തമായൊരു കാറ്റ് വെണ്ണീർ കൂനക്കങ്ങ് പിടിച്ചാൽ ആ കാറ്റ് പിടിക്കുന്നതിന്റെ 5 നിമിഷം മുമ്പ് വരെ നീ ചിന്തിച്ചിരുന്നത്, അല്ലെങ്കിൽ 1 നിമിഷം മുമ്പ് വരെ നീ ചിന്തിച്ചിരുന്നത് ഇതെനിക്ക് നാളെ വാരിയിടണമെന്നാണ്, എന്റെ വാഴക്ക് മുഴുവനും ഇത് കൊടുക്കണമെന്നാണ്, എന്റെ കൃഷിയിടങ്ങളിൽ ഇത് എത്തിക്കണമെന്നല്ലേ. കാറ്റങ്ങോട്ട് വന്നാൽ എന്താ സംഭവിക്കുക? 25 ചാക്ക് അവിടെ കൊണ്ടുപോയി ആ വെണ്ണീർ കൂരി നീ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, നീ പണിക്കാരെ വിളിച്ചിട്ടുണ്ട്, എവിടെന്നോ എത്തിക്കൊണ്ടുവന്നതാണ്. നീ അധ്വാനിച്ചുണ്ടാക്കിയ ഈ കൂനയിൽ ഒരു തരി പോലും നിനക്ക് കിട്ടാതെ അന്തരീക്ഷത്തിൽ അത് പറന്നങ്ങ് പോകും. അവരധ്വാനിച്ചുണ്ടാക്കിയ ഈ വെണ്ണീർ കൂനയിലെ ഒരൽപ്പം പോലും അവർ പിടിച്ചു വെക്കാൻ കഴിയില്ല, മുഴുവനും പറന്നു പോകും. അപ്പൊ പറന്നു പോകുന്നതിന് നീ 1 നിമിഷം മുമ്പ് വരെ നീ ചിന്തിച്ചു, ഞാൻ അധ്വാനിച്ചു കൂടിയിട്ട് ഈ വെണ്ണീരിടണം, എന്നിട്ട് അടുത്ത കൊല്ലം നല്ല വിളയുണ്ടാകും, എനിക്കതിന്റെ ഫലം കിട്ടുമെന്നൊക്കെ കരുതിയതല്ലേ. ഒറ്റ നിമിഷം കൊണ്ട് തകർന്നില്ലേ? ഇതുപോലെ ഞാൻ നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം എനിക്ക് കിട്ടുമെന്ന് നീ മോഹിക്കും. പക്ഷേ സംഗതി കിട്ടൂല, പെട്ടെന്നായിരിക്കും അത് തകരുന്നത്. നീ മരിക്കുന്നതോടുകൂടെ എല്ലാം കഴിഞ്ഞു. അവിടെ ചെല്ലുമ്പം കിട്ടുമെന്ന് കരുതും. കണ്ടാ, ഈമാനില്ലാത്തവരുടെ അമലിനമ്മ കൊടുത്ത ഉദാഹരണം എവിടെ? സൂറത്ത് ഇബ്രാഹിമിൽ. ഈ സൂറത്തിൽ 100 എടുത്തു നോക്കി. അല്ലാഹ് അവിടെ പറഞ്ഞത് മരുഭൂമിയിലെ മരീചിക പോലെയാണ്. ദാഹിച്ചു വലഞ്ഞവൻ കാണുമ്പോൾ വെള്ളമാണെന്ന് കരുതുന്ന മരുഭൂമിയിലെ മരീചിക പോലെയാണ്. മരുഭൂമിയിൽ നമ്മൾ ഇന്നലെ പന്ത് കളിച്ച കണ്ടമാണ്. പക്ഷേ ഇന്നകലെ നിന്ന് നട്ടുച്ചക്ക് ഇങ്ങനെ നോക്കുമ്പോ വെയിലിൽ നമുക്ക് ബോധ്യപ്പെടുന്ന, നമുക്ക് തോന്നുന്ന ഒരു മരീചികയുണ്ട്. മരീചിക കേവലം തോന്നലാണ്. അവിടെ വെള്ളം ഇങ്ങനെ അടിച്ചു വീശുന്നുണ്ട്, തിരമാലകൾ തന്നെ വരുന്നുണ്ട്, ഒഴുകി നടക്കുന്നുണ്ട്, വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന് തോന്നും. അത് വെള്ളമാണെന്ന് കരുതി നടന്നെത്തിയാൽ ഏത് സ്ഥലത്തു നിന്നാണോ പുറപ്പെട്ടത് അതേപോലെ വരണ്ട ഭൂമി തന്നെയാണതും. അങ്ങനെ ആ സ്ഥലത്തവൻ എത്തിയാൽ ചുക്കും അവിടെ കാണാൻ കഴിയൂല. കണ്ടോ, ഒരു വിഷയത്തിന് തന്നെ അള്ളാഹു വ്യത്യസ്ത രൂപത്തിൽ കർഷകർക്ക് തിരിയുന്ന ഉദാഹരണം, സാഹിത്യകാരന്മാർക്ക് തിരിയുന്ന ഉദാഹരണം. മരീചിക സാഹിത്യകാരന്മാരുടെ വിഷയമാണ്. സാഹിത്യകാരന് തിരിയുന്ന ഉദാഹരണം, കർഷകന് തിരിയുന്ന ഒരു മൺവെട്ടി പണിക്കാരനായ ഒരു കർഷകന് തിരിയുന്ന ഉദാഹരണം. അതടക്കം അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. വലഖദ് സർറഫ്നാ ഫീ ഹാദൽ ഖുർആനി മിൻ കുല്ലി മസൽ. ഒന്നു മാത്രമല്ല, പലതരത്തിലുള്ള ഉദാഹരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതേ വിഷയത്തിന് തന്നെ വേറെയും ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നില്ല, കാരണം സമയം ഒഴിഞ്ഞു പോകുന്നുണ്ട്. ഈമാനിന്റെ പ്രസക്തി ആലോചിക്കണം. ഇതിനെ കൊച്ചാത്തത് ഈമാനിന്റെ ശേഷവും അസുരുഹാസാദിക്കും കഴിഞ്ഞിട്ട് നമ്മുടെ ശീലങ്ങളിൽ, നടപ്പിൽ, വേഷങ്ങളിലൊക്കെ ഇസ്ലാം ഇങ്ങനെ പ്രതിഫലിക്കണം. അതേ വിശ്വാസത്തിന് കർമ്മത്തിന്റെ തിളക്കം വേണം. വിശ്വാസത്തിന് കർമ്മത്തിന്റെ തിളക്കം വേണം. അപ്പോഴേ നമുക്ക് നന്നാവാൻ പറ്റൂ. ഇനിയോ മൂന്നാമത് വേണ്ടതെന്താ? മൂന്നാമത്തെ ഒരു സ്വഭാവവും കൂടി ശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഈത്തപ്പന മരത്തിന്റെ സ്വഭാവമായി പരിചയപ്പെടുത്തുന്നുണ്ട്. അതെന്താ? തുഅ്തി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ. തുഅ്തി ഉകുലഹാ, അതതിന്റെ കായ്ക്കനികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. കായ്ക്കനികൾ അങ്ങനെ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നു. കുല്ല ഹീൻ, എല്ലാ സീസണിലും
അത് കാരക്ക കൊടുത്തുകൊണ്ടിരിക്കുന്നവരുടെ കായ്ക്കനികൾ ആർക്ക്? ജനങ്ങൾക്ക്. ഇതിന് റബ്ബിഹ, അതിന്റെ രക്ഷിതാവിന്റെ അനുമതി പ്രകാരം, അള്ളാഹുവിന്റെ അനുമതി പ്രകാരോ അതങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ആ മരത്തിന്റെ പ്രത്യേകതയാണ്. അപ്പം മരമായിട്ട് കാര്യമില്ല, ആ മരം കൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം വേണം. ഇതാണ് ഈത്തപ്പന മരത്തിന്റെ പ്രത്യേകത. മറ്റു പല മരങ്ങളും ഉണ്ടെങ്കിലും ഇതെല്ലാം കൂടെ ഒത്തിണങ്ങിയത് ഈത്തപ്പന മരത്തിലാണെന്ന് മാത്രം. തൂത്തി ഉകുലഹ കുലഹീനിൻ ബിഇദ്നി റബ്ബിഹ. അപ്പൊ മനുഷ്യനാണോ ഈ മൂന്ന് സ്വഭാവം വേണം. ഒന്ന് അസ്ലുഹാ സാബിത്തുൻ, നല്ല വേരോട്ടുള്ള ഈമാൻ, ഖൽബിൽ വേരോട്ടുള്ള ഈമാൻ. ഈമാൻ കിട്ടിയിട്ട് കാര്യമില്ല, ആടുന്ന വിശ്വാസം കൊണ്ട് കാര്യമില്ല. വമിനന്നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫ്. വേണ്ട, പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് ഒപ്പം നിൽക്കാതെ ഒരു ഭാഗത്ത് അറ്റത്തൊരു കാരത്ത് നിൽക്കുക. സെല്ലിൽ നിന്ന് അള്ളാഹുവിനെ ആരാധിക്കുന്നവരുണ്ട്. നമുക്ക് ശരിക്കൊരു കടന്നിട്ടില്ല, ഒരു വക്കത്ത് ഇങ്ങനെ വന്നിട്ടാണ് ഞാനും നിങ്ങളെ കൂടെ തന്നെയാണ് കേട്ടോ, ഞമ്മന്റെ ആളാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും. പാൻ കിട്ടാൻ അങ്ങോട്ടും ചവിട്ടാ, ഒരു ഭാഗത്തിൽ ഇങ്ങോട്ടും ചവിട്ടാ, അങ്ങനെ. ശരിക്ക് ദീനുൽ ഇസ്ലാമിന്റെ ബൗണ്ടറിയിലേക്ക് കടക്കാതെ അതിന്റെ വക്കത്ത് നിന്ന്, ഓരത്തു നിന്ന്, ചാരത്തു നിന്ന് അള്ളാഹുവിനെ ആരാധിക്കുന്ന ടീമുണ്ട്. മാറ്റി ചവിട്ടുന്നവർ, കളം മാറ്റി ചവിട്ടുന്നവർ ഈ വിഭാഗത്തിൽ പെടാൻ പാടില്ല. രണ്ട്, നമ്മുടേതായ വിശ്വാസത്തിന് കർമ്മത്തിന്റെ തിളക്കം വേണം. അമലു സാലിഹാത്തെല്ലാം ചെയ്യണം, നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, ഖുർആനോദണം, ഇങ്ങനെ തുടങ്ങിയിട്ട് വേഷവിധാനങ്ങളിൽ ഇസ്ലാമിയത്ത് വേണം. അങ്ങനെ 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 നീണ്ടുപോകുന്നു. ഇനിയോ മൂന്നാമത്തേത്, നേരത്തിന് നിസ്കരിക്കും, നോമ്പ് നോൽക്കും, ഖുർആനോദും, നല്ല മനുഷ്യനാണ്. വേഷദാനങ്ങളൊക്കെ അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും പൊരുത്തത്തിലാണ്. നല്ല ഈമാൻ ഉറപ്പുണ്ട്. ഇനി എന്താ പോരായ്മ? ഒറ്റ കാര്യമില്ല. 10 പൈസയുടെ ഉപകാരം ഈ ഹാജി സാഹിബ് ആൾക്കും ചെയ്യില്ല, എന്നാ പെടൂല. കാരണം ഈ തപ്പന മരത്തിലെ പ്രത്യേകത അത് ജനങ്ങളെ തീറ്റിപ്പോറ്റുന്നു എന്നതാണ്. ആ രൂപത്തിൽ അള്ളാഹ് നിങ്ങൾക്ക് നൽകിയ സമ്പത്ത് നിങ്ങൾ നല്ല വഴിക്ക് ചെലവഴിക്കണം. ഈമാൻ വേണം, അമൽ വേണം, സ്വതക്ക വേണം. സ്വതക്ക, പരസ്പര സഹകരണം, കാരുണ്യ പ്രവർത്തനങ്ങൾ, ഇതില്ലെങ്കിൽ രക്ഷപ്പെടാൻ കഴിയില്ല. എപ്പോഴും നമ്മുടേതായ സഹകരണങ്ങൾ മറ്റുള്ളവർക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്യുന്ന ശീലക്കാരനായിരിക്കണം. ഇതൊന്നുമില്ലാതെ പോവാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ പറയുകയാണ്, ഇതുകൊണ്ടാണ് കേട്ടോ അല്ലാഹു സൂറത്തുൽ ബലദിലൂടെ നമ്മോട് പറയുന്നത് കാണാം. അലം നജഅൽ ലഹു ഐനൈനി വലിസാനൻ വശഫതൈനി വഹദൈനാഹു നജ്ദൈൻ فلقتهم اللقبة وما أدراك ما اللقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة ثم كان من الذين آمنوا ألم نجعل له عينين. മനുഷ്യന് സുന്ദരമായ 2 കണ്ണുകൾ ഞാൻ നൽകിയില്ലേ? 2 നയനങ്ങൾ. എത്ര സുന്ദരമാണ് ഞാൻ കൊടുത്ത കണ്ണുകൾ. എനിക്ക് പറയാൻ സമയമുള്ള കണ്ണിന്റെ ഉപകാരങ്ങളെ കുറിച്ചൊക്കെ ധാരാളം പറയണം. അപ്പോഴേ ഈ ചോദ്യമൊക്കെ ശരിക്കും മനസ്സിൽ തട്ടൂ മനുഷ്യന്. അലം നജഅൽ ലഹു ഐനൈൻ. ഖുർആന്റെ ഒരൊറ്റായത്തെടുത്ത് വിശദീകരിച്ചാൽ 6000-ൽ പരമായത്തുകളും വിവരിക്കാം. അതാണ് ഖുർആന്റെ പ്രത്യേകത തന്നെ. അൽ ഖുർആനു യുഫസ്സിറു ബഅ്ദുഹു ബഅ്ദാ. ഒരായത്ത് മറ്റൊരായത്തിന്റെ വിശദീകരണമാണ്. അങ്ങനെ നീണ്ടുപോകുന്നത്. അലം നജഅൽ ലഹു ഐനൈൻ. മനുഷ്യന് ഞാൻ 2 സുന്ദരമായ 2 കണ്ണ് കൊടുത്തില്ലേ? എന്തൊരു അഴകാണത്, എന്തൊരു ഉപകാരപഥമാണത്. ശരി, വലിസാന, ശരിക്കും മടങ്ങി വരുന്ന നല്ലൊരു നാക്ക് മനുഷ്യന് ഞാൻ നൽകിയില്ലേ? അതുകൊണ്ടല്ലേ അവൻ സ്ഫുടമായി സംസാരിക്കുന്നത്. മറ്റു ജീവികൾക്കില്ലാത്ത വല്ലാത്തൊരു പ്രത്യേകതയാണല്ലോ. മനസ്സിലുള്ള ആശയങ്ങൾ തുറന്നു പറയാനുള്ള ഒരു കഴിവ് ഞാൻ മനുഷ്യന് കൊടുത്തല്ലോ. ഒന്നായാതുഹു ഖൽഖുസ് സമാവാതി വൽ അർളി വഖ്തിലാഫു അൽസിനതികും വഅൽവാനികും
അള്ളാഹുവിന്റെ മഹാദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്, വിസ്മയലോകങ്ങളിൽപ്പെട്ടതാണ്. ഖൽഖുസ്സമാവാതി വൽ അർദ്, അനന്തമായി പരന്നു കിടക്കുന്ന ആകാശഭൂമികളുടെ സൃഷ്ടിപ്പതിൽപ്പെട്ടതല്ലേ. കഴിഞ്ഞില്ല. വഖ്തിലാഫു അൽസിനതികും, നിങ്ങളുടെ നാക്കുകളുടെ വൈവിധ്യം അതിൽപ്പെട്ടതല്ലേ, നിങ്ങളുടെ ഭാഷകളുടെ വൈവിധ്യം അതിൽപ്പെട്ടതല്ലേ, നിങ്ങളുടെ സൗണ്ടുകളുടെ വൈവിധ്യം അതിൽപ്പെട്ടതല്ലേ. വഖ്തിലാഫു അൽസിനതികും വഅൽവാനികും. എന്താണ് അള്ളാഹു അവിടേക്ക് കണ്ടോ നിങ്ങൾ? സംസാരശേഷി തന്നൂന്നുമല്ല, ആ നാക്ക് അള്ളാഹു താല വ്യത്യസ്ത രൂപത്തിലാ ഓരോ മനുഷ്യനും നൽകിയിരിക്കുന്നത്. എല്ലാവർക്കും ഒരു സൗണ്ടല്ല. നാക്കിലുള്ള വൈവിധ്യം എന്ന് പറഞ്ഞാൽ സൗണ്ടിലുള്ള വൈവിധ്യവും കൂടെയാണ്. നാക്കിലുള്ള വൈവിധ്യം സൗണ്ടിലുള്ള വൈവിധ്യമാണ്. നാക്കുകളിൽ തന്നെ വൈവിധ്യമുണ്ട്. നാവിനെ മടക്കി പിടിച്ചാൽ ശരിക്കും ഇങ്ങനെ കാണാൻ കഴിയും. ഓരോരുത്തരുടെ നാവിനും നല്ല അന്തരമുണ്ടാവും. രണ്ടാള് തെളിഞ്ഞ ഒരു കണ്ണാടിക്ക് മുമ്പിൽ നാക്ക് മേലോട്ട് മടക്കിപ്പിക്കുക, ധാരാളം മാറ്റം ഉണ്ടാകും. വഖ്തിലാഫു അൽസിനതികും, ഭാഷയുടെ വ്യത്യസ്തത പിന്നെ പറയേണ്ടതില്ല. ഇംഗ്ലീഷും അറബിയും മലയാളവും ഉറുദുവും ഹിന്ദിയും തെലുങ്കും എല്ലാം മനുഷ്യൻ സംസാരിക്കുന്നു. വഖ്തിലാഫു അൽസിനതികും. എന്നാൽ ഞാൻ പറയുന്നത് ഇതിലേറ്റവും വലിയ അത്ഭുതം അല്ലാഹ് സൗണ്ടുകളിൽ വൈവിധ്യം എന്നതാണ്. വഖ്തിലാഫു അൽസിനതികും, നിങ്ങളുടെ നാക്കിന്റെ വൈവിധ്യം എന്ന് പറഞ്ഞാൽ വൈവിധ്യമായ സൗണ്ടുകൾ നൽകി. ഈ ചുമരിനപ്പുറത്ത് എന്റെ ആട്ടിനെയും കെട്ടിയിട്ടുണ്ട്, നിങ്ങളുടെ ആട്ടിൻകുട്ടിയെയും കെട്ടിയിട്ടുണ്ട്. ഒരു ചെന്നായ വന്ന് ഏതോ ഒരാട്ടിൻകുട്ടിയെ കടിച്ചു. ആട്ടിൻകുട്ടി കരഞ്ഞാൽ പറയാൻ കഴിയോ സഹോദര അതെന്റെ ആടോ നിന്റെ ആടോ? നേരെ മറിച്ച് എന്റെ കുട്ടിയും നിങ്ങളുടെ കുട്ടിയും അവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ എന്തോ അപായം സംഭവിച്ച് കരഞ്ഞാൽ പറയാം, ഓ എന്റെ കുട്ടി എന്ന് പറഞ്ഞ് എനിക്ക് ഓടാ, നിങ്ങളുടെ കുട്ടി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഓടാ. എന്തേ കാരണം? വഖ്തിലാഫു അൽസിനതികും അൽവാനിക്കും. സൗണ്ട് കേട്ടാൽ ആരാട് എന്ന് മനസ്സിലാകും. സൗണ്ടുകളുടെ വൈവിധ്യം അല്ലാഹ് ചെയ്ത വലിയൊരു അനുഗ്രഹമാണ്. ഇത് മറ്റു ജീവികൾക്കില്ലാത്ത അനുഗ്രഹമാണ്. ഭാഷകൾ കേട്ടാൽ, ഭാഷകളുടെ താളങ്ങൾ കേട്ടാൽ, സൗണ്ട് കേട്ടാൽ ആളെ തിരിച്ചറിയും, സംശയിക്കണ്ട, തീർച്ചയായിട്ട് അറിയാൻ കഴിയും. ഇത് എത്രയോ ഉദാഹരണങ്ങളാ. പണ്ടൊരു ആഫ്രിക്കയിൽ പോയിട്ട് ഒരാള് അദ്ദേഹത്തിന് അറിയാവുന്ന കണ്ടം ഇംഗ്ലീഷ് ഒപ്പിച്ച് ഇയാൾ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ ഇയാള് സംസാരിക്കാൻ കരുതുന്ന ആള്, ഇയാള് അഭിമുഖീകരിക്കുന്ന ആള്, അയാള് നന്നായിട്ട് മലയാളം അറിയാവുന്ന ആളാ. അയാൾക്ക് മലയാളം അറിയാം. എന്നാൽ ഈ മനുഷ്യൻ മലയാളം പറഞ്ഞോ? ഇല്ല, പറയുന്നത് ഇംഗ്ലീഷ് തന്നെയാ. പക്ഷെ ഇയാളുടെ ഈ ഭാഷയും ഇയാളുടെ ഈ ശബ്ദവും ഇയാളുടെ ഈ താളവും ശൈലിയും ഒക്കെ കണ്ടപ്പോൾ ഇയാൾക്ക് മനസ്സിലായി. ഇയാൾ പറഞ്ഞു, അതെ നിങ്ങൾ ഇത്ര വിഷമിക്കേണ്ട, ഞാൻ തിരൂരുകാരനാണ്. നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടാവേണ്ട, ഞാൻ തിരൂരുള്ളതാണ്, മലപ്പുറം ജില്ലയിൽ തിരൂരിലുള്ളതാണ്. ഇതൊരുണ്ടായ സംഭവമാണ് പറഞ്ഞത്. ഇതെന്റെ വഖ്തിലാഫു അൽസിനതികും. ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടി? ഇയാള് മലയാളിയാണ്. അയാളുടെ ഭാഷയുടെ താളങ്ങളിൽ നിന്ന് കിട്ടും. വഖ്തിലാഫു അൽസിനതികും. ദുബൈ സിറ്റിയിൽ മർക്കദു സഖാഫത്തി സുന്നിയയിൽ മുദരിസായിരുന്ന ഒരു പണ്ഡിതന്റെ കൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞു, നമുക്കിവിടെയുള്ള ഒരു വലിയ ശൈഖുണ്ട്, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോവാം, ബർക്കത്തിന് വേണ്ടി ഒന്ന് ദുആ ചെയ്യിപ്പിക്കാൻ. ദർസ് നടത്തുന്ന വീടാ, ദുബൈ സിറ്റിയിലാണ്. ഞാൻ പോയി അദ്ദേഹത്തിന്റെ കൂടെ വെറുതെ ടൈം പാസിന് വേണ്ടി പോയതാണ്. അതോടൊപ്പം ഈ മഹാനെ കണ്ട് ബർക്കത്തും കൂടെ കിട്ടുമല്ലോ. അങ്ങനെ അദ്ദേഹവുമായി ഞങ്ങളവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുക. താഴെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ വീട്ടിന്റെ മുകളിൽ നിന്ന് ഒരാൾ ഒരു അറബി കവിത ചൊല്ലി. ആ വീട്ടിന്റെ മുകളിൽ നിന്നൊരാൾ അറബി കവിത ചൊല്ലിയത് കേൾക്കേണ്ട താമസോ ഈ മനുഷ്യൻ എന്റെ കൂടെയുള്ള ഈ പണ്ഡിതനോട് പറഞ്ഞു, ഉടനെ തന്നെ പറഞ്ഞു, വല്ലാഹി ഇന്നഹു യമനി, വല്ലാഹി ഇന്നഹു യമനി, അല്ലാഹുവാണ് സത്യോ, ആ പാട്ട് പാടുന്നത് യമനിയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങളെങ്ങനെയാ നേരത്തെ അറിയോ? അറിയൂല, പക്ഷെ ഉറപ്പാണ് വല്ലാഹി അദ്ദേഹം യമനിയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ കയറിപ്പോയി കാണാൻ എന്ന് നോക്കുമ്പോ അദ്ദേഹം യമനിയാണ്. ഞാൻ ചോദിച്ചു, സുഹൃത്തെ നിങ്ങളെങ്ങനെയാ അറിഞ്ഞത് ഇദ്ദേഹം ഒരു യമനിയാണെന്നത്? കൈസാറസ്ഥാനഹു യമനി, ഇയാൾ യമനിയാണെന്ന് നിങ്ങളെങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചപ്പോ അന്നാ പണ്ഡിതൻ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അദ്ദേഹനോട് പറഞ്ഞു, മിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർളി വഖ്തിലാഫു അൽസിനതികും വഅൽവാനികും. സൗണ്ട് കേട്ടാൽ അറിയാം,
ഞങ്ങളുടെ നാട്ടുകാരുടെ സൗണ്ട് കേട്ടാൽ ഞങ്ങൾക്കറിയാൻ കഴിയും. എത്ര വലിയ അത്ഭുതങ്ങളാണ്. ഖുർആൻ മുഴുവനും അത്ഭുതം തന്നെയാണ്. ഞാനതിലേക്ക് വരില്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ നാക്ക് നൽകിയത് വലിയൊരു അനുഗ്രഹമാണ്. സൗണ്ട്, നാക്ക്, ഭാഷ, താളം, ഇതൊക്കെയും അത്ഭുതങ്ങളാണ്. സുന്ദരമായ 2 അധരങ്ങളും ഞാൻ നൽകി. എന്നിട്ടല്ല പറയാൻ കണ്ണും മൂക്കും നാക്കും ഞാൻ നൽകിയിട്ട് എന്റെ എന്നിട്ട് കാണാനുള്ള കണ്ണും സംസാരിക്കാനുള്ള നാക്കുമൊക്കെ കൊടുത്തിട്ട്, കണ്ണും നാക്കും മൂക്കും ഒക്കെ കൊടുത്തിട്ട് ആ മനുഷ്യന് 2 മാർഗങ്ങൾ നാം വിവരിച്ചു കൊടുത്തു. ഈ വഴിക്ക് പോയാ സ്വർഗത്തിലെത്താം, ഈ വഴിയിലൂടെ പോയാ നരകത്തിലെത്താം. എന്തേ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടും ഈ മനുഷ്യൻ വ്യതിചലിച്ചു പോയത്? അള്ള ചോദിക്കാൻ ഫലക്കുത്തഹമല്ലഖബ, ഏതാണ് നല്ലത് ചീത്ത എന്ന് കണ്ടെടുത്ത് എന്തുകൊണ്ട് അവൻ കടമ്പ കടക്കാൻ തയ്യാറായില്ല? അഖബ, കടമ്പ. എന്തേ കടമ്പ കടക്കാതിരുന്നത്? ഒമാതറാക്കമല്ലഖബ, ഏതാണ് ഈ കടമ്പ എന്ന് അറിയോ? നിങ്ങളറിയോ ഏതാ ഈ കടമ്പ? ദീനിന്റെ നിയമവിലക്കുകള. അള്ള പാടില്ല എന്ന് പറഞ്ഞതൊക്കെ ഒഴിവാക്കുക, അള്ള ചെയ്യണമെന്ന് പറഞ്ഞതൊക്കെ ചെയ്യാം. ഇതേ ഇവൻ ചെയ്യാത്തത് എന്നാ ചോദിച്ചത്. ഇതിന് കടമ്പ കടക്കുന്ന പ്രയാസമാണ്. ഇപ്രസാധ്യമല്ല ഈ വിഷയം, എളുപ്പത്തിൽ ഒപ്പിക്കാൻ കഴിയുന്നതല്ല. അപ്പൊ ചോദിക്കുന്നു ഫലക്കുത്തഹമല്ലഖബ, ഏതാണ് ഈ കടമ്പ എന്നറിയോ? ഞാൻ കണ്ണും നാക്കും മൂക്കും ഒക്കെ കൊടുത്തവൻ കടന്നു തീർക്കേണ്ട കടമ്പ ഏതാണെന്നറിയോ? ഫക്കുറഖബ, കുടുങ്ങിയവന് അവന്റെ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തലാണ്. ഫക്കുറഖബ, തലയൂരി കൊടുക്കലാണ്. ഫക്കുറഖബ, തലയൂരി കൊടുക്കുക. തല ഊരുക എന്ന് പറഞ്ഞാൽ കടത്തിൽ നിന്ന് തലയൂരി കൊടുക്കുക. വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന് അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാതിരിക്കുമ്പം മെയിൻ വാർപ്പ് അവതാളത്തിലാണ്. 50,000 രൂപയുടെ കണ്ണിയുണ്ട്, നീ അങ്ങ് കൊടുത്തു. ഫക്കുറഖബ, ഉണ്ടാകുമ്പോ തിരിച്ചു തരാം, അല്ലെങ്കിൽ ഫ്രീ ആയി കൊടുത്തു. നിന്റെ അയൽക്കാരൻ മോളെ കെട്ടിക്കാൻ തീരുമാനിച്ചു, വലിയ പ്രതിസന്ധിയിലാണ്. വിവരമറിഞ്ഞു 2 ലക്ഷം രൂപ നീ കടം കൊടുക്കുന്നു, നിനക്കൊക്കുമ്പോൾ തിരിച്ചു തന്നോ? അല്ലെങ്കിൽ ഒരു ഡേറ്റ് പറഞ്ഞെന്ന് തിരിച്ചു തരണം എന്ന് പറഞ്ഞു. വല്ലാത്ത സംഭവമാണ്. ധർമ്മം ചെയ്യുന്നതിന്റെ പകുതി കൂലിയാണ് കടം കൊടുത്താൽ കിട്ടാൻ പോകുന്നത്. ആ കടത്തിന്റെ അവധി നീട്ടിക്കൊടുക്കും തോറും പ്രയാസമുള്ളവർക്ക് അതൊരു പരിഗണയായി കാണാൻ പാടില്ല. അതിന്റെ അവധി നീട്ടിക്കൊടുക്കും തോറും അവർക്ക് പ്രതിഫലം സ്വതക്ക വീണ്ടും വീണ്ടും അത്രയും സംഖ്യ ചെയ്ത കൂലി കിട്ടുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഹബീബിന്റെ ഹദീസുകൾ ഉദ്ധരിച്ച് ഇഹ്യാ ഉലൂമുദ്ദീനിൽ സംസാരിക്കുന്നത് കാണാം. ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദര, ഫക്കുറഖബ, കടത്തിൽ കുടുങ്ങിയവന്റെ തലയൂരി കൊടുക്കുക. മക്കളെ കെട്ടിക്കാൻ കഴിയാത്തവന്റെ തലയിൽ കൊടുക്കുക. ഓരോ പ്രതിസന്ധിയിൽ നിന്നവന്റെ തല എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികളിൽ നിന്ന് കൂട്ടുകാരെ രക്ഷിക്കുക, അവർക്ക് ആശ്വാസം നൽകുക. ഇതന്നെ ഒന്നാം കടമ്പ. ഫക്കുറഖബ അല്ലെങ്കിൽ പട്ടിണിയുള്ള നാളിൽ ഭക്ഷണം കൊടുക്കുക. അടുത്ത സാധുവിനും അനാഥക്കോ അവശനായ അഗതിക്കോ ഭക്ഷണം നൽകലാൻ യതീമുകളെയും മിസ്കീനുകളെയും പോറ്റി വളർത്തുക. അതെ, അത് തന്നെയാണ് ഒന്നാമത്തെ ധർമ്മം. അത് കഴിഞ്ഞിട്ടല്ല പറയുന്നു തുമ്മ കാന മിനല്ലദീനാമനൂ, പിന്നെ ഈമാനുള്ളവരുടെ കൂട്ടത്തിൽ പെടണം. അപ്പോൾ ഈമാനാണല്ലോ ആദ്യം വേണ്ടത്. നമ്മൾ ഇതുവരെ സംസാരിച്ചതല്ലേ. പിന്നെ എന്തോ ഇവിടെ ഈമാൻ പിന്നാലെ കൊണ്ടുപോയിട്ടത് തുമ്മ കാന മിനല്ലദീനാമനൂ. ഈ ഒരോർഡർ പ്രതിപാദ്യത്തിൽ മാത്രമാണെന്ന് മഹാന്മാര് പറഞ്ഞു. അസ്സുൽ ആദ്യമായി ഉണ്ടാവേണ്ടത് ഈമാനാണ്. പക്ഷെ ഇവിടെ ഇത് പറഞ്ഞത് ഈമാനിന്റെയും മുമ്പ് കാരുണ്യ പ്രവർത്തനമാകുന്ന കർമ്മത്തിനെ മുന്തിച്ചത്. ഒരു വിശ്വാസിയുടെ കാരുണ്യ പ്രവർത്തനത്തിന്റെ പ്രാധാന്യം പഠിപ്പിക്കാനാണ്. ഏറ്റവും പ്രാധാന്യപ്പെട്ടതാണ് കാരുണ്യ പ്രവർത്തനം. അപ്പൊ അതിനല്ലേ ഞാനവന് കണ്ണും മൂക്കും നാക്കുമൊക്കെ നൽകിയത്. അലം നജഅല്ലഹു ഐനൈനി വലിസാനൻ വശഫതൈൻ. അതുകൊണ്ട് ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഈ ധർമ്മം നിർവഹിക്കണം. ഇതിനാണ് എനിക്കുള്ള നല്ലൊരു നാക്ക് തന്നത് എന്ന തിരിച്ചറിവുള്ളവർ ആയിരക്കണക്കിന് യതീമുകളെ വളർത്തിക്കൊണ്ടിരിക്കുന്നു, സാധുക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്നു.
കാരണം അല്ല നാക്കു തന്നില്ലേ എന്ന് ചോദിച്ചിട്ടാണ് ഈ വിഷയം പറഞ്ഞത്. തനിക്കല്ല കൊടുത്ത നാക്കുകൊണ്ട് കണ്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ പോലെയുള്ള വലിയ വലിയ ആളുകൾ ആയിരക്കണക്കിന് യതീമുകളെ പോറ്റി വളർത്തുന്നു. ഹോം കെയർ സിസ്റ്റത്തിൽ ആയിരക്കണക്കിന് യതീമുകളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. വിധവകൾക്ക് വേണ്ട ആ യതീമുകളോടൊപ്പം വിധവകൾക്ക് വേണ്ട സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദര, നമ്മളാലാവുന്നത് ഈ സ്ഥാപനത്തിന്റെ റിസീവർമാര് കടന്നു വരുമ്പോ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഇത്തരം ആണ്ടുനേർച്ചകൾ ഉറൂസുകൾ നടത്തി അതിന്റെ പേരിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നിങ്ങളുടേതായ നേർച്ച പങ്കുകൾ ഇങ്ങോട്ടെത്തണം. നിങ്ങളുടേതായ സംഭാവനകൾ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് ഒഴുകണം, എപ്പോഴും കൊടുക്കണം. എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കണം. അതുതന്നെയാണ് ഒരു വിശ്വാസിയുടെ സ്വഭാവം. ധർമ്മമില്ലാതെ വിശ്വാസിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പോൾ നാട്ടിന്റെ ധർമ്മം ഇതാണെങ്കിൽ, സാധുക്കളെ സംരക്ഷിക്കലാണെങ്കിൽ ഈ കർമ്മം നടത്തിക്കൊണ്ടിരിക്കുന്നു ആര്? ബോധമുള്ള പണ്ഡിതന്മാർ. അതേ സമയത്തോ ഇത്തരം കർമ്മങ്ങളാണ് അല്ലാഹു നാക്ക് നൽകിയതിന്റെ ധർമ്മമായി നമ്മൾ നിർവഹിക്കേണ്ടതെങ്കിൽ ചിലർ തെറ്റിദ്ധരിച്ചു പോയി. ചിലർ മനസ്സിലാക്കിയത് എനിക്ക് അല്ലാഹു നാക്ക് തന്നിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരെ പിടിച്ചുകെട്ടാനാണെന്നാൽ. അല്ലാഹു അവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് നല്ല മനസ്സും ചിന്തയും കൊടുക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ പറയുന്നത് ചെറിയ കാര്യമല്ല. നമുക്ക് അല്ലാഹു നൽകിയ ഈ അനുഗ്രഹങ്ങളോട് നമ്മൾ നന്ദി പറയണമെങ്കിൽ എന്ന് പറഞ്ഞ ഈ കപ്പന മരത്തിന്റെ പ്രത്യേകത നമ്മുടെ സ്വന്തം ജീവിതത്തിൽ കാണണം. സാധുവിനെ നോക്കാതെ, യതീമിനെ നോക്കാതെ, അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ ശ്രദ്ധിക്കാതെ നമുക്ക് ആളായി നടക്കാൻ പറ്റില്ല, ഒരിക്കലും സാധിക്കില്ല. സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല. കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകണം. സാധു സംരക്ഷണവും അനാഥ സംരക്ഷണവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം. അപ്പോഴേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. ധാരാളം സംഭവങ്ങൾ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മൈതാനത്തിലൂടെ നടന്നു പോകുമ്പോ അതാ ഒരു കുഞ്ഞനിരുന്ന് കരയുന്നു. അല്ലാഹുവിന്റെ ഹബീബ് ആ കുഞ്ഞിന്റെ അടുത്ത് ചെന്നിട്ട് ഹബീബ് ചോദിക്കാൻ, എന്താ മോനെ നീ ടെൻഷൻ അടിച്ച് കാണാൻ കാരണം? കുഞ്ഞുമോനെന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറയാണ്, ദഅ്നിയാറജുൽ, നിങ്ങളെന്നെ വിട്ടേക്ക് മനുഷ്യ, നിങ്ങളെന്നോട് അന്വേഷണങ്ങൾ നടത്തണ്ട, വിശേഷം അന്വേഷിക്കണ്ട, എന്തിനാ ഞാൻ കരയുന്നതെന്ന് ചോദിക്കേണ്ട. എല്ലാ കുട്ടികളും മൈതാനത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ മാത്രം മൂലയിലിരുന്ന് കരയാൻ. ആ കൊച്ചു ബാലനോടാണ് മുത്തുനബി ചോദിക്കുന്നത്, എന്താണ് കരയാനുള്ള കാരണം? മറുപടി കുറച്ച് സ്ട്രോങ് ആണ്. ദഅ്നിയാറജുൽ, ഓ മനുഷ്യ, നിങ്ങളെന്നെ വിട്ടേക്ക്, നിങ്ങളെന്നോട് കാര്യം അന്വേഷിക്കണ്ട, കാര്യം തിരക്കണ്ട. ഖദ് മാത അബി ഫിൽ ഗസ്വി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഹബീബിനോടൊപ്പമുള്ള അടർക്കളത്തിൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പ മരിച്ചുപോയി. ഇന്നൊരു ചെറിയ പെരുന്നാൾ ദിനമാണ്, അന്നൊരു ചെറിയ പെരുന്നാൾ നാളാണ്. എന്നാൽ കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് എന്റെ വാപ്പ ഹയാത്തിലുണ്ടായിരുന്നു. അന്ന് നല്ല ഭക്ഷണം കിട്ടി, അന്ന് നല്ല പുത്തനുടുപ്പുകൾ കിട്ടി. പുത്തനുടുപ്പും ഭക്ഷണവും അതുപോലെ തന്നെ നല്ല സുഗന്ധങ്ങളും എല്ലാം പൂശിത്തന്ന് എന്റെ വാപ്പ എന്നെ സന്തോഷിപ്പിച്ചു. ആ വാപ്പ എനിക്ക് തന്ന സ്നേഹമോർക്കുമ്പോൾ കണ്ണുണയുന്നു. അല്ലയോ മനുഷ്യ, ഞാൻ കരയാനുള്ള കാരണം എന്താണെന്നറിയോ? ഇപ്പെരുന്നാളിന് എനിക്ക് സന്തോഷം പകരാനാരുണ്ട്? എനിക്ക് സന്തോഷം പകർന്നു തരാനാരുണ്ട്? ഇല്ലല്ലോ, എന്നെ സന്തോഷിപ്പിക്കാൻ ആരുമില്ല. അതാലോചിച്ച് കരയുകയാണെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളാണെന്നറിയാതെയാണ് കുഞ്ഞു കുറച്ച് സ്ട്രോങ് ഭാഷ ഉപയോഗിച്ചത്.
ഹബീബ് ഇത് തിരിച്ചറിഞ്ഞപ്പോ പൊന്നാര നബിതങ്ങൾ പറയാണ്, മോനെ വിഷയമാക്കല്ല മോനെ, ഞാൻ നിന്നോട് ചോദിക്കട്ടെ മോനെ. എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് അൻ അകൂന ലക അബാ വഫാത്തിമതു ലക ഉഖ്താ വഇസതു ലക ഉമ്മാ. മോനെ, ഞാൻ നിന്റെ പൊന്നുപ്പയാവാം മോൻ ഇഷ്ടപ്പെടുവോ? അപ്പോഴൊന്നും ആളെ തിരിഞ്ഞില്ല. വഫാത്തിമതു ലക ഉഖ്താ, എന്റെ മോൾ നിന്റെ സഹോദരിയുമാവട്ടെ ഫാത്തിമ. അപ്പോഴേക്ക് മോനിങ്ങനെ കണ്ണുണ്ടയെടുത്തു, എന്താ റബ്ബേ ഞാൻ ഈ കേൾക്കുന്നത്? ഈ മനുഷ്യന്റെ മകൾ ഫാത്തിമയാണ്. ഞാൻ കുറച്ച് കടുത്ത ഭാഷയിലാ സംസാരിച്ചത്. എന്റെ പൊന്നു ഹബീബിന്റെ മകൾ ഫാത്തിമയാണല്ലോ. എന്റെ ഹബീബിനോടെങ്ങാനുമാണോ ഞാൻ ഈ സംസാരിച്ചത്? അപ്പോഴാണ് ഹബീബ് അടുത്ത ഭാഗം പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ട പത്നി ആയിഷ നിന്റെ മാതാവാണ് മോനെ, മുതൽ വേണ്ട പരിചരണങ്ങളൊക്കെ നൽകിക്കൊള്ളാം. ഇതങ്ങ് പറഞ്ഞപ്പോഴേക്ക് കുട്ടി ഉറപ്പിൽ മകള് ഫാത്തിമായും ഭാര്യ ആയിഷയും എല്ലാം കൂടെ ആയപ്പോൾ ഇത് റസൂലുള്ള തന്നെ എന്ന് ഉറപ്പിച്ചിട്ട് കാൽക്കലന്ന് വീണിട്ട് കുഞ്ഞു പറഞ്ഞു, അസ്വൻ യാ റസൂലല്ലാഹ്, അസ്വൻ യാ റസൂലല്ലാഹ്. തിരുനബിയെ, സഹിക്കണം, പൊറുക്കണം, ക്ഷമിക്കണം, പാപമാണ്, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, എന്നോട് സഹിക്കണം എന്ന് പറഞ്ഞപ്പോ മുത്തുനബി ആ കുഞ്ഞിനെ കൈപിടിച്ച് പൊക്കിയിട്ട് പറഞ്ഞു, മോനെ നീ വിഷമിക്കണ്ട, നിന്റെ വിഷമം ഞാൻ തീർത്തുകൊള്ളാം, എഴുന്നേൽക്കിടുന്നു എന്ന് പറഞ്ഞ് ആ മോനെയും കൂട്ടി വീട്ടിൽ കൊണ്ടുപോകുന്നു. വീട്ടിൽ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുത്തു. ആയിഷ ബീവിയോട് ശരിക്കും കുളിപ്പിക്കാൻ പറഞ്ഞു, ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു, പുത്തനുടുപ്പുകൾ ധരിപ്പിച്ചു, റസൂലുള്ളാഹിന്റെ കയ്യിലേൽപ്പിക്കാൻ പറഞ്ഞു, ഏൽപ്പിച്ചു. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബിന്റെ മടിയിലിരുന്ന് താടിയിൽ ആ കുഞ്ഞിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തുനബി ചോദിക്കുന്നു, അങ്ങകലെ മൈതാനത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോടൊപ്പം കളിക്കാൻ തോന്നുന്നുണ്ടോ? ഉണ്ട് നബിയേ, ഉണ്ട് ഹബീബേ. രാവിലെ വയറ്റിലൊന്നുമില്ലാത്തത് കൊണ്ട് ആ കളിക്കാൻ താല്പര്യമില്ലായിരുന്നു. എന്നാ നീ പോയി വാ എന്ന് പറഞ്ഞ ആ കുഞ്ഞിറങ്ങുന്ന സമയത്ത് ഹബീബായ നബിതങ്ങൾ വയറു നിറച്ച് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, നല്ല ഉടുപ്പ് കൊടുത്തിട്ടുണ്ട്, കുളിപ്പിച്ച് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേറെയൊക്കെ ഒരു കുഞ്ഞിനെ സ്വാധീനിക്കുന്ന വലിയ എളുപ്പമുള്ള ഒരു മാർഗം. നബിതങ്ങൾ ആ കുഞ്ഞിറങ്ങിപ്പോകുമ്പോ ഇങ്ങോട്ട് തന്നെ വിളിച്ചിട്ട് വാഴ്ത്താഹുന്നൂത്, ചില്ലറത്തുട്ടുകൾ എടുത്ത് കുഞ്ഞിന്റെ പോക്കറ്റിലിട്ട് കൊടുത്തു. അങ്ങനെയാണല്ലോ സംഭവം. ഒരു യത്തീമിന്റെ വയറു നിറയെ നിങ്ങൾ ഇറച്ചിയും ചോറും കൊടുത്താലും ശരി, ആ കുഞ്ഞിറങ്ങിപ്പോകുമ്പോൾ 1 രൂപയുടെ കൊട്ടൻ പോക്കറ്റിലിട്ടാൽ കുഞ്ഞിന് സന്തോഷമായിരിക്കും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തു. കുഞ്ഞൻ ചെന്നു മൈതാനത്തിലേക്ക് ഓടിച്ചെന്ന് മറ്റുള്ളവരോട് പറഞ്ഞു, ഇതാ മറ്റുള്ളവരോട് മൈതാനത്തിലേക്ക് ഓടിച്ചെന്നിട്ട് എന്നെയും കളിയിൽ കൂട്ടണമെന്ന് പറഞ്ഞപ്പോ അവർ ചോദിക്കാടോ, നീ ഇന്ന് രാവിലെയൊക്കെ വാപ്പയില്ലാത്ത സങ്കടത്തിൽ കരഞ്ഞിരിക്കായിരുന്നില്ലേ? കളിക്കില്ല എന്ന് പറഞ്ഞല്ലേ, ഇപ്പൊ എവിടുന്ന് നിനക്ക് വാപ്പാനെ കിട്ടിയത്? കുഞ്ഞു പറഞ്ഞു, അബൻ ഖൈറം മിൻ നബീ വഉമ്മൻ അക്റമ മിൻ ഉമ്മീ. പക്ഷേ സംഗതി ശരിയാണ്, പാപ്പല്ലായിരുന്നു, ആ വിഷമത്തിൽ തന്നെയായിരുന്നു. പക്ഷേ വജത്തുൽ യൗമ അബൻ ഖൈറം മിൻ നബീ, ഇന്നേ നാൾ എനിക്കെന്റെ വാപ്പാനക്കാൾ നല്ല ഒരു വാപ്പാനെ കിട്ടി. ലോകത്ത് സമാനതകളില്ലാത്ത, തീർത്തും എല്ലാത്തിലും നിസ്തുലനായ മുഹമ്മദുർ റസൂലുള്ളാഹി, നിസ്തുലനായ പിതാവും കൂടെയാണ്. റസൂലുള്ളാഹിനെ പോലത്തെ ഒരു പിതാവില്ല. എല്ലാ വിഷയത്തിലും നബിതങ്ങൾ അങ്ങനെയല്ലേ. മുനസ്സഹുൻ അൻ ശരീകിൻ മഹാസിനിഹി ഫജൗഹറുൽ ഹുസൂസി ഫീ ഗൈറു മുൻഖസിമി. തുല്യതയില്ലാത്ത പ്രഭാഷകൻ മുഹമ്മദുർ റസൂലുള്ളാഹി, ലോകം കണ്ട തുല്യതയില്ലാത്ത കാരുണ്യ പ്രവർത്തകനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടത്തോളം വളരുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ കാണാൻ കഴിയില്ല. രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരന് അത്തരത്തിലുള്ളത് കാണാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഒരു ആത്മീയ നേതാവിനെ കാണാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഒരു ഭർത്താവിനെ കാണാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഒരു പിതാവിനെ കാണാൻ കഴിയില്ല. അത്തരത്തിലുള്ള ജ്യേഷ്ഠാനുജന്മാരെ, ജ്യേഷ്ഠനെയോ അനുജനെയോ കാണാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഒരു കൂട്ടുകാരനെ സമൂഹത്തിനറിയില്ല.
എല്ലാത്തിലും നിസ്തുലനാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് കുട്ടി പറയുന്നത് അബൻ ഖൈറൻ മിൻ നബി, അല്ലാതെ തന്റെ വാപ്പ മോശമാണെന്നല്ല. മുത്തുനബിയുടെ പോസ്റ്റിലേക്കെത്താൻ ഒരു വാപ്പാക്കും കഴിയില്ല. വല്ലാത്ത സ്നേഹം. അബൻ ഖൈറൻ മിൻ നബി വ ഉമ്മൻ അക്റമ മിൻ ഉമ്മി, എന്റെ ഉമ്മയേക്കാൾ വല്ലാത്ത സ്നേഹം തരുന്ന ഉമ്മ, എന്റെ ഉമ്മയേക്കാൾ എന്നെ സ്നേഹം തന്നു പോറ്റി വളർത്തിയ ഉമ്മയല്ലേ. ആ ഉമ്മാനെ എനിക്ക് കിട്ടുമ്പോ ഇനി ഞാൻ എന്തിനു സങ്കടപ്പെടണം, ഇനി ഞാൻ എന്തിനു കരയണം? എനിക്ക് കരയേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞെങ്കിൽ ആ ലെവലിലേക്ക് നമ്മൾ ഉയരണം. ആ മുത്തുനബിയുടെ അനുയായികളായ നമ്മുടെ ജീവിതത്തിൽ അത്തരം പ്രവർത്തനങ്ങൾ വരണം എന്നു മാത്രം ഉണർത്തിക്കൊണ്ട് ഈ തപ്പനമരത്തിന്റെ പ്രതിരോധ ശേഷി ഉയർത്തിപ്പിടിക്കുക. നല്ല ആരുറപ്പുള്ള ഈമാൻ, വേരോട്ടമുള്ള ഈമാൻ, തിളക്കമുള്ള കർമ്മങ്ങൾ, അതോടൊപ്പം തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാം കൂടെ നടത്തിയിട്ട് നാളെ പരലോകത്ത് പടച്ച റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ വേണ്ടത് നമ്മൾ ചെയ്തൊപ്പിടുക. എന്നിട്ട് അല്ലാഹു പറയുന്നു വയദ്രിബുല്ലാഹുൽ അംസാൽ ലിന്നാസ്, ഇത്തരം പൊള്ളുന്ന ഉദാഹരണങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു കൊടുക്കും. എന്തിനാണ് ഇത്തരം പൊള്ളുന്ന ഉദാഹരണങ്ങൾ പറയുന്നത്? ലഅല്ലഹും യതദക്കറൂൻ, അവരുത്ബുദ്ധരാവാൻ വേണ്ടി, ജനങ്ങളാ ഉദാഹരണം കേട്ട് നന്നാവാൻ വേണ്ടിയാണ് ജനങ്ങൾക്ക് ഞാൻ ഉദാഹരണം പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാഹു പറയും. അപ്പൊ ഇത്തരം ഉദാഹരണങ്ങൾ കേട്ട് നമ്മൾ നന്നാവണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ നന്നാക്കി തരട്ടെ. പടച്ച റബ്ബ് നമ്മളെ നന്നാക്കി തരട്ടെ. പടച്ച റബ്ബ് നമ്മളെ നന്നാക്കി തരട്ടെ. ഈ പ്രതിരോധത്തിൽ നമ്മൾ ജയിക്കണമെങ്കിൽ നമുക്ക് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ കഴിയണം. ഏതായി പ്രതികൂല സാഹചര്യം? ഒന്ന്, ശക്തമായ പ്രതികൂല സാഹചര്യം നമ്മുടെ നഫ്സാൻ. നമ്മുടെ നഫ്സിന് വല്ലാത്ത ദാഹമാണ് എന്തിന്? തിന്മ ചെയ്യാൻ. ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ. നിർത്തുകയാണ്. കൃത്യം 9:40 പ്രഭാഷണം അവസാനിപ്പിക്കണമെന്ന് കരുതിയത് 5 മിനിറ്റേ ഉള്ളൂ. അവസാനിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇബിലിയായ നഫ്സ്. ആ നഫ്സ് നമ്മളെ പ്രയത്നിക്കാൻ വേണ്ടിയുള്ള എല്ലാ പണിയെടുക്കും. നഫ്സ് ഇങ്ങനെ ദാഹിച്ചുകൊണ്ടിരിക്കും തിന്മ ചെയ്യാൻ. അതിൽ പെട്ടുപോകരുത്. നഫ്സിനെ കരുതണം. പിന്നെ കരുതേണ്ടതാരെയാ? പിശാചിനെ കരുതണം. ഇത് രണ്ടും ഞാനൊന്ന് വിശദീകരിക്കണം കരുതിയതാണ്. ഇവിടെ എത്തിയപ്പോഴേക്ക് സമയം കഴിഞ്ഞതുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. പിശാച് ദൂരവ്യാപകമായ ഷർറാണ് പിശാചിന്റെ ഷർ. നഫ്സിനൊരു സ്വഭാവമുണ്ട്, ആഗ്രഹിക്കുന്നത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ പോവട്ടെ നോക്കും. നഫ്സ് അങ്ങനെയാ. പിശാച് അങ്ങനെയല്ല. പിശാച് ഒന്നിന് തളക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്തതിന് തളക്കാൻ പറ്റുമോ നോക്കും. അതാണ് പിശാചിന്റെ സ്വഭാവം. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കാണാം, നഫ്സിന്റെ ദാഹമാണ് ഇപ്പൊ ബിരിയാണി കഴിക്കണം. എന്റെ നഫ്സിന് അങ്ങനെ ഒരു ദാഹം, എന്നാ ബിരിയാണി തന്നെ കിട്ടണോ? ചപ്പാത്തി ആയാലും ഒതുങ്ങൂല ദാഹം. ബിരിയാണി കഴിക്കാൻ മോഹിച്ച നഫ്സിന് വെറുംചോറ് കിട്ടിയിട്ട് അങ്ങോട്ട് അടങ്ങൂല. വിശപ്പ് മാറും, പക്ഷെ മോഹം അടങ്ങൂല. മോഹം അടങ്ങണമെങ്കിൽ അതെന്നെ തിന്നണം. എന്നാ ഇബ്ലീസിന് അങ്ങനെ കണക്കൊന്നുമില്ല. ഇബ്ലീസ് നിങ്ങളെ കൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? നിസ്കാരം മുടക്കിപ്പിക്കണം. ആ നിസ്കാരം മുടക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഖുർആനോത്ത് മുടക്കിയാലും മതി. ഇവർക്ക് നിസ്കാരം തന്നെ മുടക്കിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, പിശാചിന്റെ മാർഗങ്ങളെ നിങ്ങൾ പിന്തുടരരുത്. പിശാചിന് 1-2 മാർഗങ്ങളല്ല. ഒന്നിന് കിട്ടൂലെങ്കിൽ അടുത്ത വഴി നോക്കും, അതിന് കിട്ടൂലെങ്കിൽ വേറൊന്ന് നോക്കും. അങ്ങനെ ഒപ്പം സൈക്കിൾ എടുത്ത് കൂടുവൻ. ഇതൊന്നും വെറുതെ നമ്മൾ ആലങ്കാരികമായിട്ട് പറയല്ല. വണ്ടി എടുത്ത് കൂടും. വണ്ടി എടുത്ത് കൂടാൻ അല്ലാഹു പറഞ്ഞതല്ലേ, വാജിബ അലൈഹിം ബിഖൈലിക വറജുലിക, എന്റെ അടിമകളെ പഠിപ്പിക്കാൻ നീ നിന്റെ കുതിരപ്പടയോ വിട്ടോ, വേണമെങ്കിൽ കാലാൾപ്പടയെയും വിട്ടോ. വാജിബ അലൈഹിം ബിഖൈലിക വറജുലിക, അങ്ങനെയൊക്കെ നോക്കടോ. എന്നിട്ട് പഠിപ്പിക്ക്. നീ ഒടിച്ചു വിളിക്കുന്നിടത്തേക്ക്, നീ കൊട്ടി വിളിക്കുന്നിടത്തേക്ക്, നീ ചൂളം വിളിക്കുന്നിടത്തേക്ക് നിന്റെ പിന്നാലെ വരാൻ ആളുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോന്നാ അള്ളാഹു പറഞ്ഞു. നീ ഇങ്ങനെ അങ്ങോട്ട് വിളിക്കുമ്പോഴേക്ക് നിന്റെ പിന്നാലെ വരാനുള്ള ഇച്ഛാശക്തിയേ ഉള്ളൂ എങ്കിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയാത്ത മനുഷ്യ മക്കൾ, ആദമിന്റെ മക്കളുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കവരെയും. അപ്പൊ പിന്നെ എല്ലാവരും പഴിച്ചു പോലേ. അള്ളാഹു പറഞ്ഞ എനിക്ക് ആ കാര്യത്തിൽ ബേജാറില്ല.
നീ വിളിക്കാൻ കഴിയുന്നവരൊക്കെ വിളിച്ചോ. ഇന്ന ജഹന്നമ ജസാഉക്കും ജസാഅം മൗഫൂറ. നരകം നിങ്ങൾക്ക് മതിയായ പ്രതിഫലമായി മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് എനിക്ക് ബേജാറൊന്നുമില്ല. പ്രയത്നിക്കുന്ന നിന്നെയും നീ വിളിക്കുന്നിടത്തേക്ക് ഓടി വരുന്ന ആദമിന്റെ മക്കളെയൊക്കെ ഞാൻ നേരെയാക്കി കൊടുക്കുക. അതിന് നരകം അവിടെ ഉണ്ട്. ദുന്യാവിലല്ല അതിന്റെ തീരുമാനം. അള്ളാഹു പറഞ്ഞതാ. ഇബ്ലീസിന് വ്യക്തമായ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഇവനെ നന്നായി കരുതണം. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതിന്റെ പണി എന്താണ്? ആദ്യം ഈമാനിൽ ഇടപെടാൻ കഴിയുമോ നോക്കും. കുഫ്ർ അല്ലല്ലാന്ന് പറയിപ്പിക്കുക. അത് ഞാൻ അംഗീകരിക്കൂല. ഇത്രയും വലിയ ലോകം ഒരാളും ഇതിനില്ലാന്ന് പറഞ്ഞാൽ അത് ഞാൻ സമ്മതിക്കൂല. ആരോ ഒന്നുണ്ട്, അള്ളാഹു എന്ന ഒരു ശക്തിയുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ശിർക്ക്. അപ്പൊ കുഫറിന് എന്തായാലും കിട്ടൂല. പ്രസ്താവന നിഷേധിക്കാൻ കിട്ടൂലെങ്കിൽ ശിർക്കിനെ പ്രേരിപ്പിക്കും. അടുത്ത സ്റ്റെപ്പിൽ ഉണ്ടോ? കുഫറില്ലെങ്കിൽ പോകട്ടെ നോക്കൂല. അടുത്ത ശിർക്കുമ്പോൾ തെളിയിടാൻ പറ്റുമോ നോക്കും. എന്നിട്ട് പറയും അല്ല മാത്രല്ല വേറെയും കുറെ ദൈവങ്ങളുണ്ട്. അത് പറയിപ്പിക്കും മനുഷ്യനെ കൊണ്ട്. അങ്ങനെ കുറെ ആളുകൾ പറയും. അപ്പോ ഇതാണ് രണ്ടാമത്തെ ഘട്ടം. അതിനും ഇവനെ തട്ടാൻ കഴിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാതെ ഒരൊറ്റ ഇലാഹില്ല, ഖാൽ ദൈവത്തെ ഞാൻ അംഗീകരിക്കില്ല എന്ന് വന്നാലോ പിന്നെ അടുത്ത ഘട്ടോ ഇമാം റാസി പറഞ്ഞ ഞാൻ പറയില്ല അൽ ബിദ്അ. പിന്നെ പിടിക്കാൻ നോക്കിയ ബിദ്അത്തിലാണ്. ശിർക്കിനും കിട്ടൂല, അള്ളാഹിന്റെ കൂടെ വേറെ ഇലാഹിനെ സ്ഥിരപ്പെടുത്താനും കിട്ടൂല. എന്നാ പിന്നെ ഈ തൗഹീദിന്റെ കട്ടി കൊണ്ടിട്ട് ഇവനെ ബിദ്അത്തിലേക്ക് ചാടിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പ്രഖ്യാപിച്ചില്ലേ. എന്നാണ് ഈ അമ്പിയാക്കളോടും ഔലിയാക്കളോടും കുറച്ച് മതിപ്പ് കുറക്കണം. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കോട്ടം തട്ടുമെന്ന് ഓനിങ്ങനെ മന്ത്രിച്ചു കൊടുക്കും. ഇത് പിശാചിന്റെ പണിയാണ്. ഓനിങ്ങനെ പന്ത്രിച്ചു കൊടുക്കുക. അത് ശരിയെന്ന് കേട്ടോന്ന് ഓന് തോന്നുക. അതാണ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, ജനമനസ്സിൽ ദുർബോധം നടത്തലാ പിശാചിന്റെ പണി. അങ്ങനെ ഇവൻ എന്ത് ചെയ്യുന്നു? ബിദ്അത്തിലേക്ക് പോകുന്നു. പിശാചിന് ഇഷ്ടായി, അതോടുകൂടി നിർത്തി. കുഫറിൽ കുടുങ്ങിയാൽ അവിടെ നിർത്തും, ശിർക്കിൽ കുടുങ്ങിയാൽ അവിടെ നിർത്തും, ബിദ്അത്തിൽ കുടുങ്ങിയാൽ അവിടെ നിർത്തും. പിന്നെ ഇവനിങ്ങനെ ഒപ്പം നടക്കില്ല. കാരണം എന്താ? തെറ്റിയിപ്പിക്കാൻ നെസ്റ്റ് തന്നെ ഉണ്ടല്ലോ എമ്പാടും. ഇവൻ സിറാത്തുൽ മുസ്തഖീം തടയാനാണ് നടക്കുന്നത്. ഇബ്ലീസ് പറഞ്ഞില്ല അല്ലാഹു ലാ ഖുഇദന്നലഹും സിറാത്തൽ മുസ്തഖീം, നിന്നിലേക്കുള്ള നേർവഴിയിലാണ് ഞാൻ ആദമിന്റെ മക്കളെ കാത്തിരിക്കാം. അപ്പോ ഇബ്ലീസ് കാത്തിരിക്കുക പള്ളിക്ക് പോകുന്നിടത്താണ്, സിനിമാ ഹാളിലേക്ക് പോകുന്നിടത്തല്ല, മദ്യപാനിയുടെ അടുത്തല്ല, മദ്യഷോപ്പിലല്ല, കള്ളും ഷോപ്പിലല്ല ഇബ്ലീസ് ഉണ്ടാവുക. അങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരരുത്. കള്ളും ഷാപ്പിലല്ല ഇബ്ലീസ്, ദേശാലയത്തിലല്ല ഇബ്ലീസ്, പള്ളിയിലാണ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. എന്തിന്? നമ്മളെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തടയാൻ പറ്റുന്ന ചാൻസ് ഉണ്ടോ എന്നാ നോക്കണേ. അത് പള്ളിക്ക് പോകുമ്പോൾ അങ്ങനെ വന്നിട്ട് ചോദിക്കുകയാണ് ഈ എടുക്കാൻ പോണേ പള്ളിയിലേക്ക്. അപ്പൊ നമ്മുടെ മനസ്സ് സ്വന്തം ചോദ്യം ഉത്തരവൊക്കെ നൽകല. ഇതാണ് ഈ ദുർബോധം. പിശാച് ഇടപെടുകയാണെന്ന് അപ്പൊ മനസ്സിലാക്കണം. ഇപ്പൊ പള്ളിയൊക്കെ പോവേ ഇത്രയും ഹരമുള്ള പന്തൽ ഇവിടെ നടക്കുമ്പോ ഈ അവർക്ക് പോയിക്കോ. ഇന്നത്തെ ഒരു ദിവസം മകരിബല്ലടോ, എന്നുമില്ലേ മകരിബരിക്കണേ, ഇന്നത്തെ ഒരു ദിവസം മകരിബാണ് വിട്ടാളാ, തീരെ കരിക്കാത്തൊരു ഇല്ല ഇവിടെ എന്ന് പറയും. അപ്പം പന്തളി കണ്ടെത്തു പോവും. ഇതാ തന്റെ പരിപാടി. ലഅഖുദന്നലഹും സിറാത്തൽ മുസ്തഖീം. മുടങ്ങി കിട്ടിയല്ലോ സിറാത്തുൽ മുസ്തഖീം. നിസ്കാരത്തിൽ നിന്ന് അവനെ തടഞ്ഞല്ലോ. ഇതാ നോക്കുന്നത്. ഈമാൻ പേപ്പിക്കാൻ കഴിയില്ലെങ്കിൽ കർമ്മം പേപ്പിക്കും. ഈമാൻ പേപ്പിക്കുന്നതിന് 3 ഇസ്തം ആദ്യം പറഞ്ഞു: കുഫ്ർ, ശിർക്ക്, ബിദ്അത്ത്. ഇനി അതിന് പറ്റൂലെങ്കിൽ മഅസിയത്ത് എന്നാ പറഞ്ഞത്. പാപങ്ങൾ ചെയ്യിപ്പിക്കാൻ നോക്കുക, നന്മ മുടക്കാൻ നോക്കുക. ഇതാണ് ഇവന്റെ ഏർപ്പാട്. നല്ലൊരു മുടക്കുക. അപ്പോൾ വിളിക്കുമ്പോഴേക്ക് പന്തളിയടുത്തേക്ക് പോയാൽ, വായനശാലയിലേക്ക് പോയാൽ ഇവൻ രക്ഷപ്പെട്ടു. എന്നാൽ ഞാൻ നിസ്കരിച്ചിട്ട് എവിടേക്കുള്ളൂ, ഇതെന്റെ റബ്ബുമായിട്ടുള്ള ബാധ്യതയാൽ എന്ന് പറഞ്ഞിട്ട് അവൻ പള്ളിയിൽ പോയാലോ ഉടനെ തന്നെ അവൻ വണ്ടി എടുത്തു പള്ളിയിലേക്ക് അങ്ങോട്ട് വിട്ടു. വണ്ടിയിലാ പോകുന്നത്. എന്നാൽ ഇവനും അതുപോലെ വണ്ടി എടുത്തതിന്റെ പിന്നാലെ ഉണ്ടാകും. അവിടെ അല്ലാഹു പറഞ്ഞത് വാജിബ് അലൈഹിം ബിഖൈർ, കുതിര വണ്ടിയുമായിട്ട് പോയിക്കോ പിന്നാലെ. വണ്ടി വിടുന്നവരുടെ വണ്ടി യാത്രക്കാരുടെ കൂടെ വാഹനം എടുത്തോടിക്കോ. വറജുലിക്ക, കാൽ നടത്തക്കാരുടെ കൂടെ കാലാൽ പടയെ വിട്ടോ. അള്ള പിശാചിനോട് പറഞ്ഞതാ. ഇതൊക്കെ സൂറത്തുൽ ഇസ്രാ എടുത്തു നോക്കിയാൽ കാണാം. ഓരോന്നും വിശദീകരിക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാ. മാത്രമല്ല സമയം കഴിഞ്ഞു. കൃത്യമായ സമയം അവസാനിച്ചതുകൊണ്ട് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല, അവസാനിപ്പിക്കാൻ. അങ്ങനെ ഇവൻ വരുന്നു. എന്നിട്ട് എങ്ങോട്ടാ വരുന്നത്? പള്ളിയിൽ ഹൗങ്കരയിലെത്തും. നിസ്കാരത്തിന് മുടക്കാൻ കാണൂല വേണ്ട, പറ്റൂല വേണ്ട. പിന്നെ ഇവൻ ഹൗദുങ്കരയിലാ എത്തുന്നത്. ഹൗദുങ്കരയിലെത്തിയിട്ട് അവിടെ ഇരിക്കുക. ബന്ധപ്പോ എന്തിന്? നെയ്യത്ത് വെക്കുന്നോടത്ത് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി മൂപ്പരിക്കട ഹലാലാക്കി ഹലാലാവൂല. വസ്വാസ്. പിന്നെ മൂപ്പര അവിടെയാ കൂടുന്നത്. ഇവിടെ പിടിക്കാൻ പറ്റുമെന്നാ നോക്കുന്നത്. ഇതൊക്കെ വസ്വാസ്. അതുകൊണ്ടാ ബഹുമാനപ്പെട്ട
കണ്ണീത്ത് ഉസ്താദിനെയൊക്കെ പോലെയുള്ള ആളുകൾ വലിയ വലിയ മഹാന്മാർ അവരെ നിന്നൊക്കെ എങ്ങനെ ആരെങ്കിലും വസ്വാസ് കളിക്കാനെങ്കിൽ ഒന്നാണ് കൊടുക്കത്ര, ഇനി മതി ഹലാലാക്കിയ പോടുന്നു പറയുമല്ലോ. കാരണം അത് പിശാചാണ്, വസ്വാസാണ്. അല്ലത് യുവസ്തുനാഥ്. കാരണം ഒരു റക്കാത്ത് ബന്ധി കിട്ടിയ അവന് കിട്ടലെന്നല്ലേ, ഓൻ അതിന് കാത്തിരിക്കല്ലേ. അഴുതും കരക്കൽ തടക്കും. അവിടുന്നൊക്കെ സലാമത്തായി പോയാൽ പിന്നെ നിസ്കാരത്തിന്റെ നെയ്യത്തിന്റെ അവിടെ വരും ഉസല്ലി 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 എന്ന് പറഞ്ഞ് കളിക്കും. അത്തയ്യാത്ത് തോന്നുമ്പോൾ അക്ഷതുമലി കളിക്കും. ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ കളികൾ. ഇതൊക്കെ തന്നെ വസ്വാസ്. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടണം. പിശാചിന്റെ ഈ മുഴുവൻ വേലകളിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടെങ്കിലേ രക്ഷപ്പെടൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കാക്കട്ടെ, പടച്ചോൻ നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ഇബ്ലീസിനെയും കരുതണം, നഫ്സിനെയും കരുതണം. അത് രണ്ടും കരുതിയാൽ പ്രതിരോധ ശേഷി ഉറപ്പായി. ആ ഒരൊറ്റ ബൈത്തിന്റെ അർത്ഥവും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം, ദുആ ചെയ്ത് അവസാനിപ്പിക്കാം. ഇമാം ബൂസീരി ഖസീദത്തുൽ ബുർദയിലൂടെ പറഞ്ഞതാ, നീ നിന്റെ നഫ്സിനെ കരുതിയിരിക്കണം. നിന്റെ നഫ്സിനോട് നീ പൂർണ്ണമായി എതിരാവണം. അതിന്റെ എതിരാളിയായി നീ എന്നും നിലകൊള്ളണം. നഫ്സ് പറയുന്നതൊന്നും കേൾക്കരുത്. നഫ്സിനിഷ്ടം ഹറാമ് തിന്നലായിരിക്കും, നഫ്സിനിഷ്ടം എതിർക്കലായിരിക്കും, നഫ്സിനിഷ്ടം അശ്ലീലം കേൾക്കലായിരിക്കും. അത് നീ അനുസരിച്ചു കൊടുക്കരുത്. പിശാചിനോടും നീ എന്നും എതിരാളിയായി കഴിയണം. ഇവർ രണ്ടാളും പറഞ്ഞു കേൾക്കരുത്, തീരെ കേട്ടുപോകരുത്. അവർ നിനക്ക് തെളിഞ്ഞ സാരോപദേശമാണ് നടത്തുന്നതെന്ന് തോന്നിയാലും ഒരു നീ അവരെ സംശയിക്കണം, തെറ്റിദ്ധരിക്കണം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയാണ്, നഫ്സ് നിന്നോട് നല്ല കാര്യമായിരിക്കും ഒരു പക്ഷേ പറയാം. അതാണ് തൗഹീദ് പൊട്ടണ്ടാന്ന് പറഞ്ഞിട്ട് ആ റസൂലുള്ളാഹിനെ അനുസരിക്കാൻ പറയുന്നത്. നല്ല ഉപദേശമാണ് നിനക്ക് തോന്നും, എന്റെ തൗഹീദിന്റെ സംരക്ഷണമാണ് ഇവന്റെ ലക്ഷ്യം എന്ന് തോന്നും. അല്ല, നിന്നെ കുടുക്കലാണ് എന്റെ ലക്ഷ്യം. അപ്പൊ പിശാചും നഫ്സും എന്ത് തോന്നിയാസം നിന്നോട് പറഞ്ഞാലും ശരി, ദുർന്യായങ്ങൾ എന്തു പറഞ്ഞാലും ശരി, നല്ല നല്ല സാരോപദേശങ്ങളുമായിട്ടാ വരുന്നതും നിനക്ക് തോന്നിയാലും ശരി, ഫത്തഹിനി അവൻ എന്റെ ശത്രുവാണ്, എന്തോ ഒരു വടി ഉണ്ടാകും, തോളിലിരുന്ന് ചെറു തിന്നാനുള്ള ശ്രമമാണ് എന്ന് നീ തിരിച്ചറിയണം. അത് പിശാചിനെയും നഫ്സിനെയും തിരിച്ചറിയണം. ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ നമുക്ക് ദീർഘമായി സംസാരിക്കാം എന്ന് ഓർമ്മപ്പെടുത്തി തൽക്കാലം അവസാനിപ്പിക്കുന്നു.